സ്വപ്നത്തിൽ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല 1,00,000 ഒരു പാട്ടുകാരന് കൊടുക്കേണ്ടി വരുമെന്ന്. 2024 നല്ല വർഷമായിരുന്നു ഞാൻ പറഞ്ഞു. പക്ഷെ 23 കുറച്ച് സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരുന്നില്ലേ? സിനിമ നടക്കുന്നില്ല, അങ്ങനത്തെയൊക്കെ ഫേസ് വരുമ്പോൾ എന്താണ് ബ്രോനെ ഹെൽപ്പ് ചെയ്യുന്നത്? പിന്നെ വിനീത് ശ്രീനിവാസൻ പാടിയപ്പോൾ ആ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. നവീൻ നജോസ് ഇപ്പോൾ ഒരു അസിസ്റ്റന്റിനെ സെലക്ട് ചെയ്യുവാണെങ്കിൽ എന്ത് ക്വാളിറ്റിയാണ് അവർക്ക് വേണ്ടത്? ഞാൻ വെറുതെ എഴുതി തുടങ്ങി. അപ്പോൾ വീട്ടുകാരെ കാണിക്കുന്നത് അമ്മ ഞാൻ രാവിലെ കഥ എഴുതാൻ പോവാണ്, ശല്യപ്പെടുത്തല്ലേ എന്ന് വന്നിട്ടാണ് എഴുതുന്നത്. ഹലോ എവരിവൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എബിൻ ഫിലിപ്പ് ഷോ. നമ്മുടെ ഈ പോഡ്കാസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസുമായിട്ട് ഒരു 1-on-1 ടോക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ ഫേവറേറ്റ് നവീൻ നജോസ്, സിനിമാറ്റോഗ്രാഫർ നവീൻ നജോസ് ആണ്. കഴിഞ്ഞ 2 വർഷം മുന്നേ നമ്മൾ ഇതുപോലൊരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ പേഴ്സണലി കുറേ കാര്യങ്ങൾ സംസാരിച്ച ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ നവീൻ ബ്രോ, ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഈ 2 വർഷത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായത്? ഇപ്പോൾ പറയുമ്പോഴാണ് ആക്ച്വലി 2 കൊല്ലം അങ്ങ് പോയൊരു ഓർമ്മ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ആക്ച്വലി. പിന്നെ ഇപ്പോൾ മേജർ എന്താ പറയുക, ഒരു ചെക്ക് പോയിന്റ് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് ടു ഡു ആൻ ഇൻഡിപെൻഡൻറ്റ് ഫിലിം. അത് നടന്നു എന്നുള്ളൊരു സന്തോഷമാണ് എനിക്കുള്ളത്. പറഞ്ഞാൽ ഇക്കൊല്ലാണ് സംഭവിച്ചപ്പോൾ ജയരാജ് സാറിൻ്റെ അപ്പോൾ ഉള്ളൊരു ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് മൂവി നടന്നു. അതാണ് ഇത് മെയിൻ ഹൈലൈറ്റ്. ബാക്കിയൊക്കെ ഒരു ലൂപ്പ് പോലെ വർക്ക്സ് വരുന്നു, പരിപാടി നടക്കുന്നു. പക്ഷേ വർക്ക്സിലാണെങ്കിലും പ്രോഗ്രസീവ്ലി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റിയിലും അല്ലെങ്കിൽ നമ്മുടെ സർക്കിൾ എക്സ്പാൻഡ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. നമ്മളെപ്പോഴും 2 കൊല്ലം മുന്നേ നമ്മൾ ആരൊക്കെയായിട്ടാണ് വർക്ക് ചെയ്താൽ അവരുമായിട്ട് തന്നെ ഒരു ലൂപ്പിൽ പോകാണ്ട് അവരിൽ നിന്ന് ബ്രാഞ്ച് ഔട്ട് ചെയ്യുക എന്നുള്ള പരിപാടികൾ ഇപ്പം വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹ്യൂജ് ലൈനപ്പ് ഓഫ് വർക്ക്സ് വരാനുള്ളൊരു സന്തോഷം ആണ് മെയിൻലി ഉള്ളത്. നവീൻ ബ്രോയായിട്ട് നമ്മൾ ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്. ഓരോ വർക്കും നവീൻ സ്റ്റാർട്ടിങ് മുതൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ പ്രൊജക്റ്റ് കാണുമ്പോഴും നമുക്ക് സന്തോഷം, എവിടെ നിന്ന് ഇപ്പോൾ എവിടെ വരെ എത്തിയെന്നുള്ളത്. ഈവൻ ജയരാജ് സാറിൻ്റെ കൂടെ ഒരു വർക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും പ്രൗഡാണ്. നവീൻ അടുത്തൊരു ഇൻഡിപെൻഡൻറ്റ് മൂവി ചെയ്തു, ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമാറ്റോഗ്രാഫർ ആയി എന്നൊരു സാധനം. നവീൻ ബ്രോ, എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാം? ഉറപ്പായിട്ടും ഇപ്പം ആദ്യമൊക്കെ ഞാൻ ജയരാജ് സാറോട് ആദ്യം വർക്ക് ചെയ്യുന്നത് പെരിങ്കളിയാട്ടം എന്ന മൂവി ഞാൻ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൽ എനിക്കൊന്ന് സാറും ഒന്ന് ട്രയൽ അടിച്ച് നോക്കാം ഇപ്പം എങ്ങനെ ഉണ്ടെന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം അതിലും നമുക്ക് ആക്ച്വലി കംഫർട്ടബിൾ, വർക്കിംഗ് സ്റ്റൈൽ കംഫർട്ടബിൾ ആണ്. കാരണം സാർ നമുക്ക് ഏത് സ്പേസിലാണ് ക്രിയേറ്റീവ്ലി നിൽക്കേണ്ടതെന്നുള്ളൊരു ബോർഡറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്നാണ് നമ്മളിപ്പം വർക്ക് ചെയ്യുന്നത്. സോ പെരിങ്കളിയാട്ടം കഴിഞ്ഞ് ഫസ്റ്റ് ഈ പടം നടക്കുമ്പം നമുക്ക് എപ്പോഴും ഡൗട്ടാണ്, ലൈക്ക് ഇത് ശരിക്കും നമ്മളെ തന്നെയാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ടിലാണ് കയറുന്നത്. ഫൈനലി നമ്മളതിൽ കയറി ചെന്നു നോക്കുമ്പം സാറിൻ്റെ ഇപ്പം എനിക്കത് ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു ഓറ അല്ലെങ്കിൽ നമ്മുടെ ഒരു സർക്കിളിനേക്കാളൊക്കെ വളരെ വലുതാണ് അവരുടെ സർക്കിളും തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ. സോ അതൊക്കെ ആദ്യത്തെ 1-2 ദിവസത്തിലൊന്ന് അഡാപ്റ്റായി വരും. പിന്നെ ബാക്കിയൊരു ലൈനിലാണ് നമുക്ക് ആ ഒരു ഫിയറിലൊന്നും അല്ല വർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ഇപ്പോൾ ടെക്നിക്കലിയും എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ അത് ക്ലിയർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ടൈമും സ്പേസ് എടുത്ത് വളരെ ക്വിക്കായിട്ട് തന്നെ നമുക്ക് ആ അഡാപ്റ്റേഷൻ നടന്നു. പിന്നെ വേറെ ഏതൊരു ഡയറക്ടറായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്റ്റൈലിൽ തന്നെയാണ് ത്രൂ ഔട്ട് പ്രോസസ്സ് നടക്കുന്നത്. ഇപ്പം അതിൻ്റെ ഷൂട്ട് മൊത്തത്തിൽ തീർന്നു, ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് എനിക്കൊന്ന് നെക്സ്റ്റ് ഇയറെ കാണത്തുള്ളായിരിക്കും എൻ്റെ പരിപാടികൾ. ഈ ഒരു അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസോസിയേറ്റ് സിനിമാറ്റോഗ്രാഫറിന് ഒരു സിനിമാറ്റോഗ്രാഫർ എന്ന് മാറിയപ്പോൾ നവീൻ നജോസിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായത്? ചേഞ്ച് സച്ച് ഒന്നുമില്ല. നമുക്ക് ആ ദ ഡ്രീം ഇസ് ഗെറ്റിംഗ് ബിഗർ അല്ലെങ്കിൽ ഇറ്റ്സ് ഹാപ്പനിങ് നൗ എന്നുള്ളൊരു മൊമെൻറ്റ് മാത്രമാണ്. പിന്നെ എനിക്ക് നമ്മൾ ഇത്രയും ഒരു 2 കൊല്ലം ഓൾമോസ്റ്റ് ഞാൻ അസിസ്റ്റൻ്റായിട്ട് നടന്നുകൊണ്ട് നമുക്കറിയാം എക്സാക്ട്ലി എന്താണ് ഒരു അസിസ്റ്റൻറ്റ് ചെയ്താൽ ഹൗസ് ഇറ്റ് ഹെൽപ്പിംഗ് ദ സിനിമാറ്റോഗ്രാഫർ എന്ന്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു സിനിമാറ്റോഗ്രാഫർ ആക്കുമ്പോൾ നമുക്ക് അസിസ്റ്റൻസുമായിട്ടൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ പ്രഷർ എന്താണെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങളാണ് എനിക്ക് ആ റിലേറ്റ് ആവണം. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആ സ്ഥാനത്ത് നിന്നിട്ടുള്ളതുകൊണ്ട് അവിടെ പോയി അവരുടെ കാര്യങ്ങളിലൂടെ എനിക്ക് ഇച്ചിരി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബെറ്ററായിട്ട് തോന്നുന്നുണ്ടെന്നൊരു ഫാക്റ്റാണ് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം ആയിരുന്നു. സോ അത് നടക്കുമ്പം നമ്മുടെ കൂടെ ഉള്ളവർ തന്നെയാണ് എൻ്റെ കൂടെ ഫിലിമിലാണേലും എല്ലാം വർക്ക് ചെയ്തത്. സോ ആ ടീം അങ്ങനെ തന്നെ ഗ്രോ ചെയ്യുന്നു എന്നുള്ളൊരു ഡിഫറൻസാണ് മെയിൻലി ഉണ്ടായിരുന്നത്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ നവീൻ്റെ കൂടെ ഓൾമോസ്റ്റ് ഞാൻ ഇപ്പോൾ 4 വർഷമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാൻ നവീനായിട്ട് കണക്ട് ചെയ്യുമ്പോഴും ഞാനൊന്നും അല്ലായിരുന്നു. അതുപോലെ തന്നെ നവീൻ്റെ കൂട്ടത്തിൽ കൂടുന്ന ഓരോ അസിസ്റ്റൻസിനായാലും ഓരോരുത്തർ ജോയിൻ ആവുന്നുണ്ട്.
അവരെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് എത്തിച്ചിട്ട് പിന്നെ നവീൻ അങ്ങ് പറക്കാൻ വിടും. അതുപോലെ ഇപ്പൊ നോക്കിയാൽ നവീൻ്റെ കുറെ അസിസ്റ്റൻസ് ഉണ്ട്, അവരെല്ലാം ഓരോരുത്തോട്ട് കയറുന്നു. അപ്പോൾ നമ്മുടെ ഓവറോൾ സർക്കിൾ ഓഫ് ടീം ഉണ്ടല്ലോ, അവർ കൂട്ടത്തിൽ വളരുന്നതായിട്ട് ഒരു ഓവറോൾ ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. ഇതിലാണ് എനിക്ക് ഏറ്റവും ഈ കുറേ പേര് നമ്മൾക്ക് മെസ്സേജസ് എപ്പോഴും കിട്ടാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു പ്രോസസ്സാണ്, കാരണം അതൊരു വലിയ ഡേറ്റാബേസാണ് ഇൻസ്റ്റാഗ്രാം. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള കുറേ പേര് ഇപ്പോൾ വർക്ക് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ അസിസ്റ്റൻസ്, ഇപ്പം ഡയറക്ഷൻ സൈഡിലാണെങ്കിലും സിനിമാറ്റോഗ്രാഫി സൈഡ്, അവർക്ക് എനിക്ക് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിലൊരു ചെറിയൊരു മെസ്സേജ് അയച്ച് ചേട്ടാ വർക്കുള്ളപ്പോൾ വിളിക്കാമോ എന്ന് ചോദിച്ച് നമ്മളൊരു വർക്കിൽ ട്രയൽ വെക്കും. ഓക്കെ ആണെങ്കിൽ നമ്മൾ കൂടെ കൂട്ടും. അങ്ങനത്തെ ഒരു ഫ്ലോയിലാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു സാധനം എനിക്കിപ്പം സുജിത് സാറിൻ്റെ നിന്ന് കിട്ടിയൊരു സാധനമാണ്. സുജിത് സാറിനെ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത് ഒരു റെഫറൻസ് ഒന്നും ഇല്ലാണ്ടാണ്, ഡയറക്റ്റ് ഫോൺ നമ്പർ ഇവിടുന്ന് ഒപ്പിച്ചിട്ട് സാർ ഇതുപോലെ ഒരു മീറ്റിംഗ് കിട്ടാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പം അന്ന് സാർ എന്നോട് കാണിച്ചൊരു ആണ്, ഞാൻ ഞെട്ടിപ്പോയി. കാരണം കുറേ സിനിമാറ്റോഗ്രാഫേഴ്സ് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ സാർ അത് അത്ര ഓപ്പണായിട്ട് വെരി സ്ട്രേഞ്ചറായി എന്നോട് കാണിച്ചൊരു കൈൻഡ്നെസ്സാണ് ഞാൻ ആക്ച്വലി അങ്ങോട്ടേക്ക് കാണിക്കണം എന്ന് എനിക്ക് തോന്നിയാണ്. ഒരു കാലത്ത് അയ്യോ വേണ്ട, നമ്പർ നമ്മുടെ കൊടുക്കണ്ട, ഫസ്റ്റ് മീറ്റിംഗ് ഞാനൊരു നമ്പർ കോൺടാക്ട് ചെയ്യും, നമ്പർ സേവ് ചെയ്ത് വെക്കും. അടുത്ത എപ്പോഴും വർക്ക്സ് വരുമ്പോൾ ആരാണോ അവൈലബിൾ ആയിട്ട് അവർക്ക് ടെക്സ്റ്റ് ചെയ്യും അവൈലബിൾ ആണോ. അപ്പം പിന്നെ നമ്മൾ ആക്ച്വലി ചെറിയ വർക്ക്സിൽ ട്രൈ ചെയ്യും. പിന്നെ നമുക്ക് ഉറപ്പായിട്ടും വലിയ വർക്ക്സ് വരുമ്പോൾ നമുക്കറിയാം ഓക്കെ ഇവരൊക്കെ എന്തായാലും വേണം, നമ്മുടെ ടീമിൽ ഇവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. നിങ്ങളുടെ സിനിമാറ്റോഗ്രാഫി ഡിപ്പാർട്ട്മെന്റ് ആ കാര്യത്തിൽ നല്ലതാണ്, ഒരു വർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. നമ്മളെന്ന് വെച്ചാൽ പിടിച്ച് നിർത്തി വർക്ക് ഒരു ഫ്ലോയിലോട്ട് ഉണ്ട്. കാരണം നമുക്കും അറിയത്തില്ലല്ലോ, കാരണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരാൾ മെസ്സേജ് അയക്കുമ്പം നമുക്ക് കാണുന്ന കുറച്ച് പോസ്റ്റ് എന്നുള്ള രീതിയിലുള്ള അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പം വന്നിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചവരുണ്ട്. കാരണം അവരെന്ത് ഉദ്ദേശത്തിലാണ് വരുന്നത് നമുക്ക് വരുമ്പോഴേ അറിയത്തുള്ളൂ. വരുമ്പം അവർ ഇവരുടെ സെലിബ്രിറ്റീസിനോടുള്ള ഫോട്ടോസ് കുറച്ച് എടുക്കാം, അതായിരിക്കും അവരുടെ അൾട്ടിമേറ്റ് അജണ്ട, നോട്ട് ടു എക്സാക്ട്ലി വർക്ക്. അപ്പം ഒരു 2-3 hours മനസ്സിലാവും ഇവരേത് തോട്ട് പ്രോസസ്സിലാണ് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് നമ്മുടെ ടീമിലോട്ട് കയറേണ്ട ആളാണോ അല്ലയോ. അങ്ങനത്തെ ഒരു ഫിൽട്രേഷൻ ഒരു 1 year നടക്കുമ്പോഴാണ് നമുക്കൊരു പ്രോപ്പർ സ്ട്രോങ് ടീം ഉണ്ടാകുന്നത്. അപ്പം എന്നാൽ ഞാൻ ഒരുപാട് ആൾക്കാരെ വെക്കാറില്ല എൻ്റെ ടീമിൽ. ഇപ്പം ഈ അടുത്ത് നമ്മൾ റൺവേ എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ തന്നെ വളരെ മിനിമൽ ടീമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്കുള്ള അഡ്വാൻറ്റേജ്, ഇപ്പോൾ ചെറിയ വർക്ക്സിനൊക്കെ നമുക്ക് പലപ്പോഴും ലൈറ്റ് യൂണിറ്റ് ഹയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം 24 hour ഷൂട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ബാറ്റ കൊടുക്കുന്നതൊക്കെ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ എൻ്റെ ടീം അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ലൈറ്റിംഗ് ഉൾപ്പെടെ നമ്മൾ റെൻറ്റൽസ് എടുക്കും, ഇവർ തന്നെയാരും ലൈറ്റും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. സോ സിനിമാറ്റോഗ്രാഫി ടീം തന്നെ ലൈറ്റിങ്ങും ക്യാമറ എക്യുപ്മെൻറ്റ്സും എല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്ട്രോങ് ടീമിനെ നമുക്ക് അതിൽ ഡെവലപ്പ് ചെയ്യാൻ എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. നവീൻ നജോസ് ഇപ്പോൾ ഒരു അസിസ്റ്റന്റിനെ സെലക്ട് ചെയ്യുവാണെങ്കിൽ എന്ത് ക്വാളിറ്റിയാണ് അവർക്ക് വേണമെന്ന്? ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് ഇപ്പോൾ ഒരാൾ വെറുതെ വന്ന് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അവിടുന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടല്ലോ. അപ്പം ഞാൻ ആക്ച്വലി ഫസ്റ്റ് തിങ് നോക്കുന്നത് ആത്മാർത്ഥതയാണ്. ലൈക്ക് ഒരു എഫേർട്ട് ഇടുന്നതിലൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ കാണിക്കാൻ വേണ്ടി എഫേർട്ട് ഇടുന്നതും ജെന്യുവൻലി എഫേർട്ട് ഇടുന്നതും അതൊക്കെ നമുക്ക് പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും, അവരെന്ത് എഫേർട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള പരിപാടി. പിന്നെ സെക്കൻഡ് തിങ് എനിക്ക് തോന്നുന്നു കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്താ പറയുക അവരുടെ ഗ്രോത്തൂടെ അവർ കാണണം. അല്ലാണ്ട് നമുക്ക് വേണ്ടി ഇവിടെ ബംഗാളി പണി എടുക്കാൻ വരുന്ന ഒരാളെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരും ഒരു 1 day സിനിമാറ്റോഗ്രാഫർ ആവേണ്ട ആളാണ്. സോ ആ സിനിമാറ്റോഗ്രാഫറുടെ ഒരു തോട്ട് പ്രോസസ്സാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവർ ഇടുന്നതിൽ. ഇപ്പോൾ എൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വർക്ക്സിൽ വന്നിട്ടുള്ള ജോയൽ എന്ന് പറഞ്ഞ ആളാണ്. അപ്പം ജോയലിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോഴും വെരി ബിഗിനിങ് സ്റ്റേജിലാണ് വന്നിട്ടുള്ളത്. സോ ത്രൂ ഔട്ട് ദ പ്രോസസ്സ് നമ്മുടെ ഓരോ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് അവനിലുള്ള ഗ്രോത്ത് കാണാനുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അല്ലെങ്കിൽ അവർ വെറുതെ എനിക്കൊരു ടെക്നീഷ്യനുമായിട്ട് മാത്രം ക്യാമറ അസിസ്റ്റൻ്റായിട്ട് വരുന്നതും അസിസ്റ്റൻറ്റ് സിനിമാറ്റോഗ്രാഫറായിട്ട് വരുന്ന ഡിഫറൻസ് ഉണ്ട്. സോ ആ ഗ്രോത്തൂടെ ഉള്ളപ്പോഴാണ് നമ്മുടെ വർക്കിനൂടെ അവരുടെ ഇൻപുട്സ് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. ഇപ്പം വേറെ പടത്തിലൊക്കെ അസോസിയേറ്റ് ആയിട്ട് പോകുന്നു, അപ്പം നമ്മുടെ വർക്കിന് വരുമ്പം അത്ര ആ ഒരു വർക്ക് ഫ്ലോയിൽ നമ്മുടെ വർക്കിലൂടെ അത് യൂസ്ഫുൾ ആവുന്നുണ്ട്. സോ രണ്ടുപേരും ഗ്രോ ചെയ്യുമ്പോഴേ അത് ഹെൽപ്ഫുൾ ആകത്തുള്ളൂ. അല്ലാണ്ട് ഞാൻ അസിസ്റ്റൻ്റാണ് ചേട്ടൻ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്ന നല്ല ആളാണ് എനിക്ക് വേണ്ടത്. അപ്പം അങ്ങനത്തെ ഒരു ഫിൽട്രേഷനാണ് ഞാൻ മെയിൻലി നോക്കാറുള്ളൂ. പിന്നെ ഇതുപോലെ ചില വർക്സിന് ഒരുപാട് ആളെ വേണ്ടി വരുമ്പോൾ നമുക്ക് പരിചയമില്ലാത്തവരും ഉറപ്പായിട്ട് അവരുടെ കെയർ ഓഫിലുള്ളവരും ജോയിൻ ആവും. അങ്ങനെ ദ ഫാമിലി ഗെറ്റ്സ് ബിഗർ എന്നുള്ളൊരു പ്രോസസ്സാണ് മെയിൻലി നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേസിലാണെങ്കിലും ഇപ്പോൾ DI ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും നമ്മളിപ്പോൾ അസിസ്റ്റൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ ഈ സെയിം സംഭവം തന്നെ. ഒന്ന് അവർക്ക് ഗ്രോ ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. അതുപോലെ തന്നെ സജഷൻസ് നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. ചിലർ വിചാരിക്കും എന്തിനാ ഇപ്പോൾ സജഷൻ കൊടുത്താൽ ഈഗോ
എൻ്റെ കേസിൽ അതിനേക്കാൾ കൂടുതൽ അവർ സജഷൻ തരുന്നെങ്കിൽ നോക്കാം, അത് ചിലപ്പോൾ നല്ലതാവാം ചീത്തയാവാം, അത് പറയണമെന്ന് ഞാൻ അവരുടെ അടുത്ത് പറയാറുമുണ്ട്. അതാണോ നമ്മുടെ ഈ കേസിൽ? ഉറപ്പായിട്ടും ഇതല്ല ഞാൻ കുറേ എനിക്കൊന്നു ഗുരുസ്ഥാനിൽ തന്നെ സുജിത് സാറിൻ്റെ കുറേ സാധനങ്ങൾ ഞാൻ അഡാപ്റ്റ് ചെയ്യുന്നതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ക്വാളിറ്റീസാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പം നമുക്കറിയാം നമ്മളൊരു സെറ്റിൽ പോകുമ്പം നമ്മളൊരു അഭിപ്രായം പറയാനുള്ള ഫ്രീഡം ഉണ്ടോ ഇല്ലയോ നമുക്ക് ആദ്യം പറയാം. ഇനി നമുക്ക് ആ ഫ്രീഡം ഉണ്ടെങ്കിൽ തന്നെ പറയുമ്പോൾ നമുക്കറിയാം അതവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒരു ആദ്യത്തെ 2 അഭിപ്രായത്തിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ബാക്കി പറയാൻ പോകുന്നില്ല. ഇപ്പോൾ ഞാൻ സിനിമാറ്റോഗ്രാഫറായിട്ട് പോകുന്ന വർക്കിൽ പോലും ചില ഡയറക്ടേഴ്സിന് ഇഷ്ടമല്ല നമ്മൾ ഇൻപുട്സ് പറയുന്നത്. അല്ല നോക്കിക്കോളാം പറയുമ്പോൾ ഓക്കെ ഫൈൻ, എന്നാൽ പിന്നെ ബാക്കി അങ്ങനെ ആയിക്കോട്ടെ. എന്നാൽ ചിലവരറിയാം നമ്മൾ ഇൻപുട്സ് കൊടുക്കുമ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്ത് എന്നാൽ അതിനെ കൺസീവ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നവരാണ്. അൾട്ടിമേറ്റ്ലി വി ആർ ഡൂയിങ് ഇറ്റ് ഫോർ ദ ക്രാഫ്റ്റ്. ഇപ്പം അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനും ദ ക്രെഡിറ്റ് ഈസ് ഓൾവേസ് ഫോർ ദ ഡയറക്ടർ. ഇപ്പോൾ ഡയറക്ടോറിയലുള്ള ഇൻപുട്ട് ആണെങ്കിൽ പോലും നമ്മൾ പറയുമ്പോൾ അത് ക്രെഡിറ്റ് ഡയറക്ടറിനാണ്. അപ്പോൾ അത് ചിലവർക്കത് ഇഷ്ടമല്ല അത്. പക്ഷേ എനിക്ക് എപ്പോഴും സുജിത് സാറിൽ ഇഷ്ടപ്പെടുക. കാരണം ഇപ്പം സാറ് ടീമായിട്ട് നിൽക്കുമ്പം നമ്മൾ അന്നേരം ഇത് ലാസ്റ്റ് അസിസ്റ്റൻ്റാണ്. സാർ നിൽക്കുമ്പം ഒരു ക്രിയേറ്റീവ് ഇൻപുട്ട് ഫോർ ദ പ്രോബ്ലം നമുക്ക് തോന്നുമ്പം അത് കൊള്ളാം, നമുക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആണ്. നമ്മൾ പറഞ്ഞ ഒരു ഐഡിയ സാർ എടുത്തല്ലോ എന്നുള്ളൊരു ഫാക്റ്റാണ്. അന്നേരം അസിസ്റ്റൻ്റ് പറഞ്ഞാൽ ഞാനിത് കേൾക്കണമെന്ന് ഒരിക്കലും സാറ് വിചാരിക്കാൻ ഞാൻ കണ്ടിട്ടില്ല. ഡിപ്പെൻസ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ഐഡിയ ഓൾസോ. ആ സെയിം സാധനം എനിക്ക് ആക്ച്വലി എൻ്റെ ഇതിലും എപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്കൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ബെറ്റർ ഫ്രെയിം അല്ലെങ്കിൽ ഒരു ബെറ്റർ ആംഗിൾ അല്ലെങ്കിൽ ബെറ്റർ ലൈറ്റിൻ്റെ ഒരു ഇൻപുട്ട് വരുമ്പം അത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ബ്ലൈൻഡ്ലി ഒരു അസിസ്റ്റൻറ്റ് പറഞ്ഞു എന്നുള്ള പേരിൽ ഒരിക്കലും ഞാൻ കട്ട് ചെയ്യാറില്ല. ഞാനെപ്പോഴും ഭയങ്കര ട്രയൽ ആൻഡ് എററിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കാരണം പല വർക്ക്സിൽ പോകുമ്പോൾ നമ്മൾ ഒരു ലൈറ്റ് അപ്പ് ചെയ്തു, അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് വേറെ ലൈറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഹൗ ഡസ് ഇറ്റ് വർക്ക് ഔട്ട് എന്ന് ട്രൈ ചെയ്തിട്ടാണ് അടുത്തൊരു വർക്ക് ദിസ് ഹാസ് വർക്ക് ഇൻ ദ പ്രീവിയസ് വർക്ക് എന്നൊരു ഐഡിയ കിട്ടുന്നത്. സോ ആ ട്രയൽ ആൻഡ് എറർ ഉറപ്പായിട്ടും വർക്ക് ചെയ്യണമെങ്കിൽ സ്ട്രോങ് ടീം എഫേർട്സ് വേണം. കാരണം നമ്മളുടെ സെയിം ഐഡിയ ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഇതുകൊണ്ട് ഇത് സൂപ്പറാണ് ഓക്കെ, അപ്പോൾ ഇത് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. ഇതിന് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും പരിപാടികളൊക്കെ ശ്രമിച്ച് നോക്കുമ്പോഴാണ്. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ വേണം. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ലാണ്ട് നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിക്കുന്നവരെയാണ് നമുക്കെപ്പോഴും ടീമിന് വേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ അതിന് ഓവറോൾ ഒരു സിങ്ക് കൂടെ വേണം. ഭയങ്കര എക്സ്ട്രീം ആയാലും നമുക്ക് ഡിഫറെൻ്റ് ആണ് മാനേജ് ചെയ്യാൻ. ഈ കാര്യം എനിക്ക് വളരെയധികം തോന്നിയിട്ടുള്ള കാര്യമാണ്. നവീൻ ഭയങ്കര റിസീവിങ് ആണ്. നമ്മളിപ്പോൾ ഒരു സാധനം പറയുവാണെങ്കിൽ ഗ്രേഡിലിരിക്കുകയാണെങ്കിലും നവീൻ ഒരു ടോൺ പറഞ്ഞ് നമ്മൾ അതിലോട്ട് എത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും നവീൻ ഇപ്പോൾ ഇന്നൊരു സാധനം ഞാൻ ഒന്ന് കാണിക്കാം, ഇത് ഓക്കെ ആണോ എന്ന് ഇത് ഓക്കെ ആടാ, ഇതിൻ്റെ വേറെ എന്തെങ്കിലും വേർഷൻസ് കാണിക്കും, ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ല. അപ്പോൾ നമ്മളും ആ ഒരു സിംഗിളാണ്, നമുക്ക് എന്തും പറയാം, എന്തും ഇത് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ചിലവർ ആ ഒരു ഫ്രീഡം നമുക്ക് തരത്തില്ല. ഇത് ഓക്കെയാണ്, വേറെ വേണ്ട. കാരണം എനിക്ക് വേറെ സാധനം എപ്പോഴും ട്രൈ ചെയ്തില്ല. ഒരു സാധനം നമുക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അത് പറ്റത്തില്ല എന്ന് നമ്മളെ പ്രൂവ് ചെയ്താലേ നമുക്ക് മനസ്സിലാകത്തുള്ളത് പറ്റത്തില്ല എന്ന്. അല്ലാണ്ട് നമ്മൾ പറ്റില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ പല ഗ്രേഡുകളും നമുക്ക് ഇത് ചേരത്തില്ലായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഇതിൽ കൂടി ഇത് ചേരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ട്രയൽ ആൻഡ് എറർ ത്രൂ ഔട്ട് ഷൂട്ടിലാണെങ്കിലും എഡിറ്റിലാണെങ്കിലും എല്ലാം ട്രൈ ചെയ്തിട്ട് ഫെയിൽ ആവാണ്ട് നമ്മൾ ഫെയിൽ ആവുമെന്നോർത്ത് ഒരിക്കലും അത് ഉപേക്ഷിക്കില്ലെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. നവീൻ ബ്രോ, 2024 എനിക്ക് തോന്നുന്നു നമുക്ക് രണ്ടുപേർക്ക് വെച്ച് നല്ല സമയമായിരുന്നു. കളർഫുൾ ആയിരുന്നു. കുറേ നല്ല നല്ല പ്രോജക്ട്സ് ചെയ്യാൻ പറ്റി. അതിൽ നമ്മൾ ഒരുമിച്ച് ചെയ്ത പ്രൊജക്റ്റ് ആയിരുന്നു റൺവേ. ഒരു അത്യാവശ്യം ബിഗ് ബഡ്ജറ്റ് ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പം എനിക്ക് കഴിഞ്ഞ പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുള്ള മെയിൻ കാരണമാണ് നമ്മൾ ഓരോ ചെറിയ വർക്ക് വിടരുത്. കാരണം ആ ചെറിയ വർക്ക് ഡോട്ട്സ് കണക്ട് ചെയ്ത് ഓരോരുത്തരും കണക്ട് ചെയ്ത് ഫൈനലി വരുന്നത് ഒരു വലിയ വർക്കിലോട്ട് എത്തുന്നതാണ്. അതിനെനിക്കൊന്നും ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് റൺവേ. കാരണം റൺവേയുടെ ഒരു ബാക്ക് ട്രാക്ക് ചെയ്ത് പോകുമ്പം ഇപ്പം ഞാൻ പനാമ എന്ന് പറഞ്ഞൊരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടാവും യൂട്യൂബിൽ. റോയലിൻ റോബർട്ട് എന്ന ഡയറക്ടറായിട്ട് ചെയ്തതാണ്. വളരെ ചെറിയ ബഡ്ജറ്റിൽ ഈ ലെൻസ് ആ ലെൻസ് കൂടെ എടുക്കാൻ ഇത്രയും കൂടെ ബഡ്ജറ്റ് വേണമെന്ന് പറഞ്ഞ് ചെയ്തൊരു വളരെ ക്ലോസ് ടു ഹാർഡ് വർക്കാണ്. അത് ചെയ്തു. അതിൽ നിന്നാണ് എനിക്ക് ആക്ച്വലി ഞാൻ പിന്നെ മിന്നുമുരളിയുടെ ആയിട്ട് ജസ്റ്റിൻ ബ്രൂ ആയിട്ട് ഇത് കർത്തവ്യം മാറുന്നത് അടുത്ത ഷോർട്ട്. അപ്പോൾ അതിൽ റോയലിൻ ബ്രൂ ആണ് അതിൽ ക്രിയേറ്റീവായിട്ട് ഹെഡ് വർക്ക് ചെയ്തത്. അപ്പം അങ്ങനെയാണ് എനിക്ക് ആ റെഫറൻസിൽ നിന്നാണ് ഇത് കർത്തവ്യം മാറെന്ന് പറഞ്ഞ അദ്രിജോ ഒക്കെ അഭിനയിച്ച ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. അതിൽ ആക്ച്വലി അദ്രിയായിട്ടൊരു സിങ്കായി ആ വർക്കും വളരെ നന്നായിട്ട് വന്നു. അദ്രിയും നമ്മളെ ക്ലോസ്ലി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായിരുന്നു. അപ്പം അദ്രിയുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് ലീ അലി എന്ന് പറഞ്ഞ ഡയറക്ടർ റൺവേ ഷോർട്ട് ഫിലിം. അപ്പം അതിലോട്ട് ഉറപ്പായിട്ടും എനിക്ക് റെഫറൻസ് കിട്ടുന്നത് അദ്രി വഴിയാണ് ഈ ലീയുടെ വർക്കിലോട്ട് വരുന്നത്. അപ്പോൾ ഇതിലോട്ട് എത്തിയപ്പോൾ ഐ ന്യൂ ദാറ്റ് ദിസ് വാസ് സംതിങ് ബിഗ്. എനിക്കൊന്ന് ആദ്യമായിട്ട് കഥ കേൾക്കുന്നതിന് എനിക്കൊരു ക്ലോസ് ടു 1 hour എടുത്ത കഥ കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഇതൊരു ഷോർട്ട് ഫിലിം അല്ല, ഇത് ആക്ച്വലി സംതിങ് റിയലി ബിഗ് ആണെന്നുള്ളത് ഇൻ ദ സ്കെയിൽ.
കാരണം ഷോർട്ട് ഫിലിമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നെങ്കിൽ പോലും അതിൻ്റെ സ്കെയിൽ വളരെ വലുതാണെന്നുള്ള ഐഡിയ ഇല്ല. അപ്പം ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ആസ് എ ഷോർട്ട് ഫിലിം ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. കാരണം ഇതിൽ പറഞ്ഞ പോലെ ചേസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ക്ലാസിക്കലി നമുക്ക് ഒരു സിനിമാറ്റോഗ്രാഫറിന് ആഗ്രഹിക്കുന്ന കുറേ സ്റ്റൈലിഷ്, ഇപ്പം ശ്രീനീഷിൻ്റെ ഒക്കെ കുറച്ച് ബാർ സീക്വൻസ്, ഇൻട്രോ പരിപാടികൾ, അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഹൈ തന്ന സാധനങ്ങളാണ്. കേട്ടപ്പോൾ തന്നെ ആ ഹൈയിൽ നമുക്കത് ഷൂട്ടിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റൊക്കെ ആയിരുന്നു. അപ്പം ഫൈനലി ഞാനതിലൊക്കെ ഹാപ്പി ആയിരുന്നു, അതെല്ലാം കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയും സ്കെയിലുള്ളൊരു വർക്ക് വരുന്നത് അതിൻ്റെ റൂട്ട് നോക്കുമ്പം വളരെ ചെറിയൊരു ഷോർട്ട് ഫിലിമിൽ നിന്നാണ് അതിൻ്റെ റൂട്ട് വരുന്നത്. അപ്പം ആ ഒരു ഫാക്ടറാണ് ഞാൻ എപ്പോഴും എനിക്ക് തന്നെ എൻ്റെ പ്രൗഡായിട്ടുള്ള മൊമെൻ്റ് അതാണ്. ഒരു വർക്ക് പോലും ഇഫ് ടൈം പെർമിറ്റ്സ് ഐ വിൽ ഡു ഇറ്റ് എന്നുള്ള സാധനം. ഇതിലാണ് എനിക്കൊന്നൊരു 100 വർക്ക് ചെയ്തതിലൊരു 30 കാശ് കിട്ടുന്ന വർക്കുള്ളൂ, ആഡ്സും കാര്യങ്ങളും. ബാക്കി കുറേ വർക്ക്സ് നമ്മൾ ഫ്രം ദി ഹാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യുന്ന വർക്ക്സാണ്. പക്ഷേ ദാറ്റ് ഈസ് ഓൾവേസ് ഗൈഡഡ് ടു സംതിങ് ബിഗ്ഗർ എന്നുള്ളൊരു ഫാക്ടർ. അപ്പോൾ അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് റൺവേ. പിന്നെ റൺവേയുടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതൊരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ പോലും എന്നാൽ നമുക്ക് ടെക്നിക്കലി ഇത് റിച്ച് ആക്കാനുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിലും ദർ ഇസ് എ ലിമിറ്റ്. അപ്പോൾ അതിൽ കൂടുതൽ നമുക്കൊരു ബഡ്ജറ്റിലോട്ട് പോകാൻ പറ്റാത്തത് നമുക്ക് ലൈറ്റ് യൂണിറ്റ് വെച്ചൊന്നും അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കല്ല. കാരണം അവരുടെ ബാറ്റ പരിപാടികളൊക്കെ നമ്മൾ മിക്ക ഷൂട്ട്സും 24 hours ആണ്. കാരണം നമ്മളൊരു ക്യാമറ എടുക്കുമ്പം അതിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 24 hours ഷൂട്ട്സാണ്. ഡേയിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഡേയിലും നൈറ്റിൽ ഷെഡ്യൂൾഡാണ്. അങ്ങനെ ഞാനും ലിയോ ഇല്ല, ക്യാമറയ്ക്കുള്ള അവരുടെ എക്സ്ട്രാ ബാറ്റ മാത്രമേ ഉള്ളൂ. ക്യാമറയുടെ റെൻറ്റ് കൂടുന്നില്ല. എക്സ്ട്രാ ഇപ്പോൾ നമ്മളൊരു 60,000 ക്യാമറ എടുക്കുകയാണെങ്കിൽ ഈ ക്യാമറക്കാരുടെ എക്സ്ട്രാ റെൻ്റ് ഒരു 6K ഒരു ഷെഡ്യൂൾ, അടുത്ത 12K എന്നുള്ള റെഫറൻസ് മാത്രം. ഈ 60,000 വീണ്ടും എക്സ്ട്രാ കയറുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 24 hours ആണ് ലാഭം. അപ്പം എല്ലാവരും കൊച്ചി ബേസ്ഡ് തന്നെ ആയതുകൊണ്ട് മിക്കവരും 24 hours ഷൂട്ട് ചെയ്യും, അടുത്ത 1-2 ദിവസം ബ്രേക്ക് എടുക്കും, അത് കഴിഞ്ഞിട്ടുള്ള ചാട്ടാതാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഓൾമോസ്റ്റ് 1 month ആണ് ഷൂട്ട് ചെയ്തത്. ഷൂട്ട് ഡേയ്സ് ഒരു 10 to 12 days എന്നുള്ള രീതിയിൽ, പാച്ച് ഇൻക്ലൂഡിങ്. അങ്ങനെയാണ് നമുക്ക് വർക്ക് ഫ്ലോ. അപ്പം നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കാണാം ഇത്രയും ചെറിയ ക്രൂ വെച്ചിട്ട്. അന്നേരം എൻ്റെ അസിസ്റ്റൻസും 3-4 പേരേ ഉള്ളൂ കൂടെ. അപ്പം അവർ തന്നെയാണ് ലൈറ്റിംഗ് ഉൾപ്പെടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് വി ക്യാൻ യൂസ് ദാറ്റ് ബഡ്ജറ്റ് ഫോർ ദ ബെറ്റർ. ഇപ്പം ക്യാമറ ആണെങ്കിൽ നമ്മൾ ചേസിനൊക്കെ ആണെങ്കിൽ റിഗ് യൂസ് ചെയ്യണമായിരുന്നു. അങ്ങനത്തെ കുറേ എലിമെൻറ്റ്സ് നമുക്ക് ബഡ്ജറ്റ് ഇനി വേണ്ടി വന്നു. അപ്പം നമുക്ക് എവിടെയൊക്കെ സേവ് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ സേവ് ചെയ്തിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. അപ്പം ഈ ഒരു പ്രൊജക്റ്റ് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയി. ഓക്കെ ഫൈൻ, നമുക്കൊരു പ്രോപ്പർ സ്ട്രോങ് ടീം ഉണ്ടെങ്കിൽ നമ്മുടെ വളരെ ഭയങ്കര ബഡ്ജറ്റ് പോലും കൂടാണ്ട് വളരെ മിനിമലിൽ നമുക്ക് എഫിഷ്യൻ്റായിട്ട് ഒരു ക്വാളിറ്റി കണ്ടൻറ്റ് കൊണ്ടുവരാൻ പോസിബിൾ ആണ് എന്നുള്ള കാര്യം എനിക്കൊന്നും ലീ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഫുൾ ഫ്രീഡം ആണ്. ഞാൻ മറ്റേ പറഞ്ഞല്ലോ, ചില ഡയറക്ടേഴ്സിന് ഇൻപുട്സ് കൊടുക്കുമ്പോൾ ഒരു ഈഗോ ക്ലാഷ് ഉണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമുക്ക് എന്ത് ഇൻപുട്സും കൊടുക്കാം, നമുക്ക് ഏത് രീതിയിലും അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഫ്രീഡം നമുക്കുള്ളതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിലുള്ള ഈഗോ ക്ലാഷസ് ഇല്ലാണ്ട് വളരെ സ്മൂത്തായിട്ട് രണ്ടുപേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ അങ്ങനത്തെ ഒരു വർക്കിംഗ് എൻവയറമെൻ്റാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ റൺവേയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നപ്പോഴും ഓരോ പ്രാവശ്യം നവീൻ ഷൂട്ട് കഴിഞ്ഞ് വരും, പിന്നെ ഞങ്ങൾ സംസാരിക്കും. അപ്പോൾ യൂഷ്വലി ഒരു ഷൂട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നവീൻ അറിയാം അതെങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ വരും എന്നുള്ളൊരു ബ്രീഫിങ് നമുക്ക് വരും. പക്ഷേ റൺവേയുടെ കഴിഞ്ഞ് പിന്നെ പൊളിച്ചു ഞാൻ എക്സ്പെക്ട് ചെയ്ത ഫ്രെയിം തന്നെ എനിക്ക് കിട്ടിയത്. ആ ഒരു സാധനം കിട്ടുമ്പോൾ എനിക്ക് മനസ്സിലാവും അത് അടിപൊളിയായിരിക്കും എന്നുള്ളത്. ആൻഡ് അത് കഴിഞ്ഞ് ഫുട്ടേജ് നമ്മുടെ കിട്ടുമ്പോഴും ആ ഒരു ക്വാളിറ്റി ഭയങ്കര ബ്രില്യൻ സിനിമാറ്റോഗ്രാഫി ആയിരുന്നു. നമ്മൾ യൂസ് ചെയ്തു. അത് ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ ഈ പറഞ്ഞ പോലെ ഏത് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അടുപ്പിച്ചൊരു ഷെഡ്യൂളായിട്ടല്ല പോകുന്നത്. അപ്പോൾ നമുക്ക് ചേട്ടാ ഈ ദിവസങ്ങളിലാണ് ക്യാമറ വേണമെന്ന് നേരത്തെ പറയാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടും നമുക്ക് ഏത് ദിവസമാണ് പ്ലാൻ ചെയ്യുന്നത് അതിന് 2 ദിവസം മുന്നേ ക്യാമറ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ത്രൂ ഔട്ട് ദ ഷോർട്ട് ഫിലിം നമുക്കിന്ന് ആരി, SX-T-W, കൂക്ക് ലെൻസ്, റാപ്റ്റർ, അങ്ങനത്തെ ജെമിനി ഇഷ്ടംപോലെ ക്യാമറ, അതായത് 3-4 മെയിൻ ക്യാമറാസ് നമ്മൾ ത്രൂ ഔട്ട് യൂസ് ചെയ്യാം. പക്ഷേ അതൊരു ജമ്പ് അടിക്കാത്ത രീതിയിൽ നമുക്ക് ആ ഒരു എൻറ്റയർ സീൻ ആ ഒരു ക്യാമറയിലാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടൊരു യൂണിഫോമിറ്റിയിൽ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്യാമറാസ് നമുക്ക് ആക്ച്വലി ഇത് പരീക്ഷിക്കാൻ പറ്റി. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇതുപോലെ ക്യാമറ ചേസിനൊക്കെ ഉണ്ട്, റിഗ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റേതായ പ്ലാനിങ് അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. കാരണം ആ ഒരു പെർട്ടിക്കുലർ ഡേയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഒരു 2-3 ദിവസം പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു വർക്ക് ഫ്ലോയിൽ നമുക്ക് എക്സിക്യൂഷൻ വളരെ നീറ്റായിട്ടും ഓൺ ഷെഡ്യൂളിൽ നമുക്ക് തീർക്കാൻ പറ്റി. പിന്നെ കുറേ ചലഞ്ചിങ് സിറ്റുവേഷൻ, ഇപ്പം പനമ്പള്ളിയിൽ ആ വാക്ക് വേയിലൊക്കെയാണ് നമ്മൾ ആ ചേസൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ അത്രയും ലേറ്റ് നൈറ്റായിട്ടും പിന്നെ ഈ ചേസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഇടിച്ച വണ്ടി വേണം. അപ്പോൾ ആ ഇടിച്ച വണ്ടി തപ്പി ഞങ്ങൾ പോയി അത് കിട്ടിയിട്ടാണ് നമ്മൾ ഈ ഇടിക്കുന്ന വണ്ടിയായിട്ട് കാണിക്കുന്നത്. സോ അതിൻ്റെ ഇമ്പാക്റ്റും കാര്യങ്ങളും എല്ലാം ഫൈനലി ആ റിസൾട്ട്സ് എല്ലാം വർക്ക് ആയെന്ന് അറിയുമ്പം ഒരു ഭയങ്കര ഫീലിംഗ് ആണ്. തീർച്ചയായും നമ്മളതിൽ റൺവേ റീസെൻ്റ്ലി ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്.
അപ്പോൾ ഇറങ്ങി കാണും ഈ ഇന്റർവ്യൂ. റൺവേ എന്ന ഷോർട്ട് ഫിലിം നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഓരോ ഷോട്ടും ഓരോ കാര്യം, മെയിൻലി ആ ചേസ് സീൻസ്, ദെൻ ഫാഷൻ റാമ്പ് വാക്ക് ഏരിയ, അതെല്ലാം കാണുമ്പോൾ നമുക്ക് അതിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതെല്ലാം ഈ ഒറ്റ 24 hour ഷെഡ്യൂളിലാണ് പ്ലാൻ ചെയ്തതെന്ന് പറയുമ്പോൾ ആ ഒരു മാനേജിങ് എങ്ങനെ ഇത് ഇത്രയും 24 hours പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തു എന്നൊരു കാര്യം അത് പുള്ളിക്ക് കൊടുത്തേ പറ്റൂ. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ആദ്യം നമ്മുടെ മഡോണയുടെ ഷൂട്ടിലൊക്കെ ഞാൻ കൺട്രോളിലാണ്. 9 മണിക്ക് നമുക്ക് ആ ലൊക്കേഷൻ തീർക്കണം എന്ന് ഓണർ വന്ന് അവിടെ നിൽക്കുവാണ്. 8:30 ഇനി നമുക്ക് 15 ഷോട്ട് എടുക്കണം. അപ്പോൾ 15 ഷോട്ട് എടുക്കാനുള്ള ടൈമില്ല. 15 ഷോട്ട് എടുക്കണമെങ്കിൽ അവിടെ നമുക്കൊരു 3-4 മണിക്കൂർ വേണം. അപ്പം തന്നെ നവീൻ കംപ്ലീറ്റ് ഷോട്ട് ഡിസൈൻ പൊളിച്ച് പണിഞ്ഞ് 4-5 ഷോട്ടിൽ കംപ്ലീറ്റ്ലി തീർത്ത് 9 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ. അപ്പോൾ ആ ഒരു പെട്ടെന്ന് ഒരു സ്പോണ്ടേനിറ്റി ഇല്ലേ, അതെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തു? സ്ട്രിക്ട്ലി എഡിറ്റിംഗ് സ്കിൽസ് എന്നുള്ള സാധനം എനിക്ക് പറയാനാണ്. ഇപ്പം പറഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്യുന്ന പോലും എഡിറ്റിംഗ് ആണ്. നമ്മൾ ബിടെക് ലൈഫിൽ തുടങ്ങുമ്പോൾ എഡിറ്റിംഗ് പഠിച്ചു. അപ്പോൾ എനിക്കൊന്ന് സ്വന്തം വേർഡ്സ് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലായിട്ടുള്ള കാര്യം, ഓക്കെ അപ്പോൾ ഈ 2 ഷോട്ട് ഇല്ലെങ്കിലും ഈ കഥ കമ്മ്യൂണിക്കേറ്റ് ആവുമെന്ന് നമുക്ക് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഷോട്ട് ഉണ്ടെങ്കിൽ ഇച്ചിരി ബെറ്റർ ആവും, അല്ലെങ്കിൽ ഒരു 32 റൂൾ അല്ലെങ്കിൽ പരിപാടിക്ക് ആ ഫ്ലോയിൽ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ചില ഷോട്ടുകൾ. അപ്പം എനിക്ക് സ്വന്തം വർക്ക്സ് എഡിറ്റ് ചെയ്താണ് എനിക്ക് ഇപ്പോൾ ഷോർട്ട് ഡിവിഷൻ ചെയ്യുമ്പോഴും, ഇപ്പോൾ ഏത് വർക്ക് ഞാൻ ഷോർട്ട് ഡിവിഷൻ ചെയ്യുമ്പോഴും ഒരു എഡിറ്റ് പാറ്റേൺ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ആ ഷോർട്ട് ഡിവിഷനിൽ എപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ടൈം കൺസ്ട്രെയിൻസ് ഉള്ളപ്പം നമ്മുടെ പ്രയോറിറ്റിയിൽ ആ സ്റ്റോറി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഷോർട്സ് ഫസ്റ്റ് പോകും. അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഷോർട്സ് ആഡ് ചെയ്യുക, എക്സ്ട്രാ എടുക്കുക എന്നുള്ള പരിപാടി. ഇപ്പം ഈ റൺവേ ഷോർട്ട് ഫിലിമാണെങ്കിലും ഞങ്ങളൊരു ഫ്ലാറ്റിൻ്റെ അകത്ത് ഇപ്പോൾ പറഞ്ഞാൽ നമ്മളിത് ഷോർട്ട് ഫിലിമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒഫീഷ്യലി ഒരു സിനിമയുടെ രീതിയിലുള്ള ബഡ്ജറ്റിങ്ങോ അല്ലെങ്കിൽ പെർമിഷൻ എടുക്കലൊന്നും അല്ല നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ പരിചയത്തിലുള്ളവരുടെ ഫ്ലാറ്റുണ്ട്, അവിടെ നമ്മൾ പോകുന്നു, ഷൂട്ട് ചെയ്യുന്നു, വരുന്നു. അപ്പോൾ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ കുഴപ്പമൊന്നും, പിന്നെ അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഇടപെട്ട് ഇച്ചിരി വള്ളിയാവുന്ന പറഞ്ഞപ്പോൾ നമ്മളൊരു 9 വരെയായിരുന്നു അന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരു 7:15 ആയപ്പം സീൻ മാറി തുടങ്ങി അവിടെ. എന്താ ഞങ്ങൾക്കൊരു 8 മണിക്കുള്ളിൽ ഇറങ്ങണം. അന്നേരം സെയിം സാധനം ഞാനും ലീവായിരുന്നു. ഓക്കെ ഫൈൻ, പ്രയോറിറ്റിയിൽ ഈ ഷോട്ട് മറ്റേ നമുക്ക് അവിടെ ചീറ്റ് ചെയ്യാം, ഇതിവിടെ സെറ്റ് ചെയ്യാം, ഓക്കെ ഡൺ. അങ്ങനെ ഒരു 4-5 ഷോട്ട് എടുത്ത് ഒരു 8 മണിയായപ്പോൾ അവിടെ നമ്മൾ പാക്ക് ചെയ്ത് പോകേണ്ടി വന്നു. സോ ആ എഡിറ്റിംഗ് സ്കിൽ എനിക്കെപ്പോഴും ഷോർട്ട് ഡിവിഷനിൽ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. ഏതൊരു വർക്കിലാണെങ്കിലും എഡിറ്റിംഗ് സ്കില്ലാണ് ഈ ഷോർട്ട് ഡിസൈൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഓർഡറിങ്ങിൽ ഏത് പ്രയോറിറ്റൈസ് ചെയ്യണം അല്ലെങ്കിൽ ആക്സസ് വൈസ് ഷൂട്ട് ചെയ്യാനൊക്കെ ആ ഒരു സെൻസ് എന്നെ എപ്പോഴും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആക്കിയിട്ടുണ്ട്. നിങ്ങളിപ്പം സിനിമാറ്റോഗ്രഫി അല്ലെങ്കിൽ ആ ഫീൽഡിലോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ് എഡിറ്റിംഗ്. ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി ഒന്ന് ഷോർട്ട് ഡിവിഷൻ. ഇപ്പോൾ നിങ്ങളൊരു ഷൂട്ട് ചെയ്യുമ്പോൾ എന്തുമാത്രം ഷോർട്ട് ഡിവിഷൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് മനസ്സിലാവുക. അല്ലെങ്കിൽ ആ 5 ഷോട്ട് എടുക്കേണ്ടടുത്ത് പ്രോപ്പറായിട്ട് 5 ഷോട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്റ്റോറി കമ്മ്യൂണിക്കേറ്റ് ആവില്ല. അടുത്ത ദിവസം ബാറ്റ കയറും, ആക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി കുറേ അധികം പ്രൊഡ്യൂസർ കുറച്ച് എഴുതുമല്ലേ, കുറച്ച് ട്രിപ്സ് ആൻഡ് ട്രിക്സും ഉണ്ട്. ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഷൂട്ടിൽ പാളിയാൽ പിടിക്കാൻ ഇപ്പോൾ ഇപ്പം ചില ആർട്ടിസ്റ്റൊക്കെ നമ്മൾ വിചാരിക്കും നമ്മൾ ഷൂട്ടിൻ്റെ സമയത്തായിരിക്കും നമുക്ക് അവരെ കിട്ടുന്നത്. അപ്പം അല്ലെങ്കിൽ ടൈം ലിമിറ്റ് ഉണ്ട് നമുക്ക് അവരുടെ മൊത്തം തീർക്കാൻ. അന്നേരം നമ്മൾക്ക് എപ്പോഴും ചെയ്യുന്ന ഇവിടെ സേഫായിട്ട് ഇത് കേൾക്കുന്ന ആളുടെ റിയാക്ഷൻസ് കുറച്ച് എടുത്ത് വെക്കുന്ന സ്ഥലം. അപ്പോൾ റിയാക്ഷൻ തുടങ്ങി തന്നെ നമുക്ക് ഈ ഓപ്പോസിറ്റ് ആൾ സംസാരിക്കുന്നതിൻ്റെ ഫുൾ ഇല്ലെങ്കിൽ പോലും ഡബിൾ നമുക്ക് ഡയലോഗ്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡയലോഗ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഇപ്പുറത്തെ മൊത്തം എടുത്തില്ലെങ്കിലും ആ കേൾക്കുന്ന ആളുടെ റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഹെൽപ്ഫുൾ ആക്കാം. അതുപോലെ തന്നെ കുറേ ഇതുപോലെ ഇപ്പം ജംപ് കട്ട്സ് വരുന്നിടത്തുണ്ടെങ്കിൽ ഇപ്പോൾ അതുപോലെ ഇൻസേർട്സ് ആഡ് ചെയ്യുന്ന പരിപാടി. അപ്പം അങ്ങനത്തെ കുറേ എസ്കേപ്പ് മെക്കാനിസമൊക്കെ നമ്മൾ എഡിറ്റിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഷൂട്ടിൽ പഠിക്കാൻ പറ്റുന്നത്. ഇപ്പം ചിലയിടത്തൊക്കെ ഞാൻ ഇപ്പം ഒരു വാക്കുള്ള സിറ്റുവേഷൻ, ഇപ്പം കുറേ പേര് നടന്ന് സംസാരിക്കുന്ന പരിപാടിയുണ്ട്. ചിലപ്പം ഡയറക്ടേഴ്സിന് തമ്മിലൊക്കെ ഈ ഡയലോഗ്സിൽ കൺഫ്യൂഷൻ, ഒരു പ്ലെയിൻ ബാക്ക് ഷോട്ട് കൂടെ എടുത്തേക്കാം. അപ്പോൾ അതിലൊന്നും ഡയലോഗ് രജിസ്റ്റേർഡ് ആവാത്തതുകൊണ്ട് എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ബാക്ക് ഷോട്ടിലോട്ട് പോയിട്ട് നമുക്ക് വീണ്ടും ബാക്ക് ടു ദ ട്രാക്ക് എത്താം. അപ്പോൾ ഇങ്ങനത്തെ കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് എനിക്കൊന്ന് എഡിറ്റിംഗ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓക്കെ ഇതിൽ ഉടായ്പ നമുക്ക് ഇങ്ങനെ കവർ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ഡയറക്ഷനിലോട്ട് വരുന്നവരാണെങ്കിൽ പോലും ഇവൻ ദോ ടെക്നിക്കലി എഡിറ്റിംഗ് ആസ് സച്ച് അറിഞ്ഞില്ലെങ്കിൽ പോലും ആ എഡിറ്റ് പ്രോസസ്സിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഷൂട്ട് ചെയ്ത സാധനം എങ്ങനെ എഡിറ്റിംഗ് ടേബിളിൽ ചേഞ്ചസ് വരുത്താം, അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ പേസ് നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ കൊണ്ടുവരാം എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നത് ഉറപ്പായിട്ടും എഡിറ്റിങ്ങിലാണ് ദ ഫൈനൽ സ്ക്രിപ്റ്റ് പരിപാടി വർക്ക് ആവുന്നത്. നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ സംസാരിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ ആസ് എ ബിഗിനർ നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ ഇപ്പോൾ ഒരു കോൺവെർസേഷൻ നടക്കുന്നു, നമ്മൾ യൂഷ്വലി ചെയ്യുന്ന എന്തൊരു മാസ്റ്റർ ഷോട്ട് വെക്കുന്നു, ഒരു ലെഫ്റ്റ് പേഴ്സൺ ഒരെണ്ണം കൊടുക്കുന്നു, റൈറ്റ് പേഴ്സൺ ഒരെണ്ണം കൊടുക്കുന്നു, കണ്ടിന്യൂസ് റൺ ചെയ്യുന്നു. അങ്ങനെ റൺ ചെയ്യുമ്പോൾ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നവീൻ പറഞ്ഞ പോലെ എഡിറ്ററിന്
എന്തും ചെയ്യാം അവിടെ. സിനിമാറ്റോഗ്രാഫർ എന്താണ് വിചാരിക്കുന്നത് അതിൽ കൂടുതൽ എഡിറ്റർ അവിടെ എന്തും ചെയ്യാം. പക്ഷേ ഒരു സിനിമാറ്റോഗ്രാഫിക്കലി ഡയറക്ടോറിയലി അവിടെ വരും ആറ് ഇമോഷനാണ് അവിടെ വരുന്നത്, അത്രയും മാത്രം ക്യാപ്ചർ ചെയ്യുന്ന ഒന്ന് സ്റ്റോറേജ്, രണ്ടാമത്തെ ടൈം. പിന്നെ രണ്ട് രീതിയിലുണ്ട്. ഇപ്പം എനിക്ക് എപ്പോഴും പല ഡയറക്ടേഴ്സിൻ്റെ ചോയ്സ്, അതൊരിക്കലും ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇപ്പം. പക്ഷേ നമുക്കിഷ്ടമുള്ളൊരു മെത്തേഡ് ഓഫ് ഫിലിം മേക്കിംഗ് ഉണ്ട്. വൺ ഈസ് ഈ പറഞ്ഞ പോലെ എല്ലാം, അതായത് ഇപ്പോൾ ഒരു 5 ഡയലോഗുള്ള സീനാണെങ്കിൽ 10 ഡയലോഗ് സീനാണെങ്കിൽ ഈ 10 ഡയലോഗും മാസ്റ്റർ ഷോട്ടിൽ എടുക്കുന്നവരുണ്ട്, ഈ 10 ഡയലോഗും സജഷൻ ഷോട്ടിലും എടുക്കുന്നുണ്ട്, ഈ 10 ഡയലോഗും ക്ലോസ് എടുക്കും, അങ്ങനെ കൗണ്ടറിലും പോയിട്ട് ഫുൾ എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഈ 10 ഡയലോഗിന് നമുക്ക് എൻറ്റയർ ഷോർട്ട് ലിസ്റ്റിലുള്ള ഡയലോഗ്സ് ഉണ്ട്. ഇനി നമുക്ക് എഡിറ്റിൽ പോയിട്ട് ഓക്കെ ഫൈൻ, ഇതാണ് ഇത് ഇവിടെ കൊള്ളാം, ക്ലോസ്ലി ഡയലോഗ് ഉള്ളത്, അങ്ങനെ എഡിറ്റിംഗ് ടേബിളിൽ ഉണ്ടാകുന്ന ഒരു തരം ഫിലിം മേക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പം വി ഹാവ് എവറിത്തിങ് ഓഫ് എവറിത്തിങ്. ഇനി നമ്മൾ എങ്ങനെ വേണമെന്ന് ഫിക്സ് ചെയ്താൽ മതി എന്ന് തീരുമാനിക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യുമ്പം ആസ് എ സിനിമാറ്റോഗ്രാഫർ എനിക്കത് ഭയങ്കര ബോറടിയാണ്. കാരണം നമുക്ക് അറിയത്തില്ല ഏത് പോർഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ എല്ലാത്തിനും നമുക്കൊരു ബേസിക് സാധനമേ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് വൈഡ് ഒരു മൂവ്മെൻറ്റ് പിടിച്ചിട്ട് ക്ലോസിൽ നമുക്ക് അതേ മൂവ്മെൻറ്റ് കൊടുക്കുമ്പോൾ അത് ആ മൂവ്മെൻറ്റുള്ള പോർഷനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഒരു ബേസിക് സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഒരു ബേസിക് ലെഫ്റ്റ് റൈറ്റ് മൂവ്മെൻറ്റ് എന്തെങ്കിലും കൊടുക്കാൻ പറ്റത്തുള്ളൂ. ബട്ട് ദെൻ ഓൺ ദ അതർ വേ ഇപ്പം 10 ഡയലോഗുണ്ട്, അത് നമുക്കൊരു 6 ഷോട്ടിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ആദ്യത്തെ 2 ഡയലോഗ് ഒരു ചെറിയ ചാർജ് പോകണം, മൂന്നാമത്തെ ഡയലോഗ് ഒരു വെർട്ടിഗോ സൂം കേൾക്കുന്ന ആളുടെ കൊടുക്കുക, 4ാമത്തെ ഡയലോഗ് 2 ഷോട്ടാണ്. അപ്പോൾ നമുക്കും എനിക്ക് ബേസിക്കലി തോന്നുന്നു ആർട്ടിസ്റ്റിനും ആ എക്സാക്ട് ഡയലോഗ് അല്ലെങ്കിൽ ആ എക്സാക്ട് ഷോട്ടിന് വേണ്ടി പ്രിപ്പയർഡ് ആവാം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഐ ഓൾവേസ് ഫീൽ ദാറ്റ്സ് എ ബെറ്റർ ക്രാഫ്റ്റ്. കാരണം ആ ക്രാഫ്റ്റിന് നമുക്കൊരു എക്സാക്ട് ഓക്കെ ഈ ഡയലോഗിനൊരു അർത്ഥമുണ്ട്, ഈ ഷോട്ടിനൊരു അർത്ഥമുണ്ട്, അങ്ങനെ വെക്കുമ്പം നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഇതൊരു മാക്രോ ഷോട്ടാണ്, കണ്ണിൻ്റെ എക്സ്ട്രീം ക്ലോസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ ഒരു വെർട്ടിഗോ സൂമാണ്, ഇവിടെ ഒരു നോർമൽ 2 ഷോട്ട്, അപ്പം ലൈറ്റിംഗ് അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ പക്ക ഷോർട്ട് ലിസ്റ്റ് നോക്കിയിട്ട് ലൈറ്റിംഗ് നോക്കിയിട്ട് നമുക്ക് എടുത്തെടുത്ത് വിടാൻ പറ്റും. മറ്റേത് അപ്പോൾ എനിക്കൊന്നൊരു ഓൾമോസ്റ്റ് 3 times സ്പീഡിൻ്റെ തന്നെ ഡിഫറൻസ് ഉണ്ട്. നമ്മളൊരു സാധനം എല്ലായിടത്തും എടുക്കുമ്പോൾ ഒരു 3 മണിക്കൂർ എടുക്കുമെങ്കിൽ കറക്റ്റ് ആവശ്യമുള്ള മാത്രം എടുക്കുമ്പോൾ 1 മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ. ആർട്ടിസ്റ്റ് അത്രയും എക്സോസ്റ്റഡ് ആവുന്നില്ല. കാരണം ഇപ്പോൾ ക്ലോസ് ഷോട്ടിലും അവർ 10 ഡയലോഗ് അത്രയും സ്ട്രെയിൻ ചെയ്ത് തന്നെ പറയണം. അപ്പോൾ അവർക്കും അറിയത്തില്ല ഏതാ യൂസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ ഏതാണോ ബെറ്റർ ആയിട്ട് വന്നത് അതാണ് യൂസ് ചെയ്യുന്നത്. ഓൺ ദ അതർ ഹാൻഡ് നമുക്ക് ഏതാണോ വേണ്ടത്, ഈ ഡയലോഗ് എനിക്ക് ക്ലോസിലാണ് വേണ്ടത്, ഇത് നിങ്ങൾ ബെറ്റർ ആക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്കിപ്പോഴും ഇപ്പം ലൂസിഫർ പോലത്തെ പടം ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പം എനിക്ക് ഡയറക്ടർ പൃഥ്വിരാജിനോട് ഒരു ഭയങ്കര ഫാൻ ബോയ് മൂമെൻ്റ് ആയിരുന്നു. കാരണം പക്ക ഷോർട്ട് ഡിവിഷനനുസരിച്ച് പോകുമ്പം നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഈ സീൻ എത്ര ഷോട്ട് ഉണ്ട്, ദാറ്റ് ഈസ് നമ്പേർഡ്. ഒബ്വിയസ്ലി 2 or 3 ഷോട്ട്സ് വിൽ ഡിഫർ, കാരണം ഇംപ്രൊവൈസേഷൻ നടക്കും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആവേശമാണ് ഷൂട്ട് ചെയ്യാൻ. ഇത് കഴിഞ്ഞു. മറ്റേത് ഒരിടത്ത് നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്ന പോലെ അപ്പുറത്തുനിന്നും മൊത്തം എടുക്കുന്നുണ്ട്, ഇപ്പുറത്തുനിന്നും മൊത്തം എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കവറേജിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്രാഫ്റ്റ് ഇതുപോലെ ഷോർട്ട് ഡിവിഷൻ ചെയ്തിട്ട് ചെയ്യാനാണ്. അപ്പോൾ അന്നേരം നമ്മുടെ ഇൻപുട്സ് ആക്ച്വലി ഫുള്ളി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതെ, ഇത് സംഭവം ഞാൻ അച്ചു സുഖം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒരു റീസെൻ്റായിട്ട് നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു, പെണ്ണിനെ ഇഷ്ടമായിരുന്നു. പുള്ളി ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ്, പുള്ളിയുടെ ആദ്യത്തെ ഡയറക്ടോറിയലായിരുന്നത്. അപ്പോൾ പുള്ളി പറയുന്ന കേൾക്കാം, ഇങ്ങനെ അവർ സീരിയൽ ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ്ലി 30 ദിവസത്തെ ഷെഡ്യൂളാണ് ചെയ്യുന്നത്. 30 എപ്പിസോഡൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒറ്റ ഷെഡ്യൂളിൽ തീർക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ആർട്ടിസ്റ്റിന് അറിയത്തില്ല ഇവർ ഷൂട്ട് ഈ ആംഗിളിൽ ചിലപ്പോൾ ഈ എപ്പിസോഡിന്റെ അടുത്ത 10 എപ്പിസോഡിനുള്ള ഒറ്റ ആംഗിളിലുള്ള അവർ പടപടയെന്ന് ഷൂട്ട് ചെയ്ത് പോകും. ഇതെല്ലാം കഴിഞ്ഞ് ടി വിയിൽ വരും, ഇന്ന റിയാക്ഷൻ ഇന്ന ഇതിനു വേണ്ടിയാണ് കൊടുത്തതല്ലേ, ഇന്ന മൂവ്മെന്റ് ഇതിനു വേണ്ടിയാണ് കൊടുത്തതല്ലേ. അപ്പോൾ കറക്റ്റ് ഒരു ഡയറക്ടോറിയലും അതുപോലെ തന്നെ ഈ ഷോർട്ട് ഡിവിഷനും ഉണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ വേണമെങ്കിലും മാറ്റി മറിക്കാനുള്ളൊരു സ്കോപ്പുണ്ട്. വർക്ക് ഫ്ലോ ഭയങ്കര ഫാസ്റ്റാണ്. ഈ 30 ദിവസം ഷെഡ്യൂൾ ഇവർക്ക് അത്രയും ദിവസം തന്നെ തീർക്കണമെന്നുണ്ടല്ലോ. സെയിം അത്രയും ഹെക്ടിക് അല്ലെങ്കിലും മൂവിനകത്ത് കുറച്ചുകൂടെ ക്രിയേറ്റീവ്ലി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ തോന്നുന്നല്ലേ. അതെ, അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ചില ആർട്ടിസ്റ്റിനെ ഞാൻ തന്നെ ഇൻ്റർവ്യൂസ് കേട്ടിട്ടുണ്ട്, അവർക്ക് ഭയങ്കര ഷാർപ്പ് കട്ട് ഷോർട്ട് ഡിവിഷൻ അവർക്ക് പാടാണ്. ഇപ്പോൾ നേരെ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നു, പെട്ടെന്ന് 4ാമത്തെ ഡയലോഗ് കരഞ്ഞുകൊണ്ട് പറയാൻ പറഞ്ഞാൽ അവർക്ക് പാടായിരിക്കും. അപ്പം എനിക്കിഷ്ടമുള്ള മെത്തേഡ് ഒരു മാസ്റ്റർ ഷോട്ട് ഫോർ ദ സീൻ. അതിപ്പം കണ്ടിന്യൂസ് ടേക്ക് അല്ലെങ്കിൽ പോലും ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിൽ വേണം. നമുക്കറിയാം ഈ 5ാമത്തെ ഡയലോഗ് മുന്നേ ഒരു കട്ടുണ്ട്. സോ ഇവൻ ഇഫ് യു ഡോണ്ട് ഗെറ്റ് ആൻ എൻറ്റയർ സ്ട്രെച്ച് ഓഫ് ടേക്ക്, ഇടയ്ക്ക് ബ്രേക്ക് ചെയ്തിട്ടാണ് ഒരു മാസ്റ്റർ ഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് പിന്നെ അത് റെഫറൻസ് ഉണ്ട്. ആർട്ടിസ്റ്റിനാണെങ്കിലും ഈ വാച്ച് ഇവിടെ ഊരിയിട്ട് അവിടെ വെച്ചു, അപ്പോൾ ആ കണ്ടിന്യൂറ്റിയുടെ ഒരു റെഫറൻസ് അവർക്ക് ഐഡിയ ഉണ്ട്. ഒരു പ്രാവശ്യം മൊത്തം ചെയ്തതുകൊണ്ട് ഇനി നടുക്കുന്ന് തുടങ്ങുന്നതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, ഒരു പ്രാവശ്യം ചെയ്തതാണല്ലോ. സോ എനിക്ക് എപ്പോഴും ഒരു മാസ്റ്റർ ഷോട്ട് ഈസ് ഗുഡ് ഇനഫ് ഫോർ എ റെഫറൻസ്. ഓർ എന്നാൽ അത് പെർഫെക്റ്റ് റെഫറൻസും ആവണമെന്നില്ല, അതിലെ കണ്ടിന്യൂ നമുക്ക് മാറ്റാം നടുക്കും അത് ശേഷം ഒരു ഷോട്ട് ഉണ്ടെങ്കിൽ.
അപ്പോൾ ആ ഒരു വർക്ക് ഫ്ലോ ഒരു മാസ്റ്റർ ഷോട്ട്, പിന്നെ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ള ബാക്കി ഡീറ്റെയിൽ ഷോട്ട്സ് അത് ഡിസേർവ് ചെയ്യുന്ന ആംഗിൾസും അല്ലെങ്കിൽ അത് ഡിസേർവ് ചെയ്യുന്ന ഷോർട്ട് റേഞ്ചിലും പോകാൻ പറ്റി അത്രയും നല്ലത്. എന്നാൽ അതിനൊരു ക്യൂ ഉണ്ടാവണം. ഇപ്പം 4th ഷോട്ട് എടുക്കുമ്പോൾ അതിന് 3rd-ൻ്റെയും 5th-ൻ്റെ ഒരു ക്യൂ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പം അത്രയും കൂടെ സ്റ്റിച്ച്ഡ് ആയിട്ട് വരുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നവീൻ ബ്രോ, നമ്മൾ രണ്ടുപേരും എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലാണ്. നമ്മൾ ഞാൻ മെക്കാനിക്കലായിരുന്നു, ബ്രോ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. ആ ഒരു എഞ്ചിനീയറിംഗ് ഫേസ് ഡിഡ് ദാറ്റ് ഹെൽപ്പ് യു ഇൻ ദിസ് കരിയർ? യെസ്, ഡെഫിനറ്റ്ലി. ഇപ്പം എനിക്ക് മുന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഇതുമായിട്ട് സിമിലർ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ആ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഏതാണോ ഇഷ്ടമില്ലാത്തത് അത് ചെയ്ത് സമയം കളയാണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഫോളോ ചെയ്യണമെന്നാണ്. ഡെഫിനറ്റ്ലി ഇപ്പോഴും അത് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് അതെ പരിപാടി തന്നെയാണ് ഇവിടെ. അതെ, പക്ഷേ എനിക്ക് നൗ ദാറ്റ് ഹാപ്പൻഡ്, ഹൗ ഇസ് ഇറ്റ് ഹെൽപ്പിംഗ് മീൻ ചോദിച്ചാൽ ഈ അടുത്ത് എനിക്കൊന്ന് വളരെ കൂടുതൽ പ്രഷർ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് എനിക്കൊന്ന് ആ ബിടെക് സമയത്ത് എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് ഫീൽ ചെയ്യും. കാരണം അന്നേരം ഈ പറഞ്ഞ നമ്മൾ പ്രീവിയസ് സെമസ്റ്ററിലെയും അതിന് മുന്നത്തെ സെമസ്റ്ററിലൊക്കെ അറിയേഴ്സും പിടിക്കണം, ആ ലാസ്റ്റ് ഇയറിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ എനിക്കൊന്ന് ഇടയ്ക്കൊരു 12 പേപ്പേഴ്സൊക്കെ അടുപ്പിച്ചൊക്കെ തീർക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നേരമൊക്കെ ഈ മരുന്ന് കഴിക്കുന്നതിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊരു പരീക്ഷ, ഉച്ച കഴിഞ്ഞൊരു പരീക്ഷ, അങ്ങനത്തെ. അപ്പം അന്നേരം ഇറ്റ് ലുക്സ് ഫൺ ഫോർ ദ എവരി വൺ അറൗണ്ട് us, ബട്ട് ദെൻ അതിൻ്റെ എക്സാക്ട് പ്രഷർ പോകുമ്പോഴാണ് നമുക്ക് ഇത് ചെയ്തേ പറ്റൂ, ഇത് കല്ലാണ്ട് വേണം, ഇത് തീർത്തിട്ട് വേണം അടുത്ത പരിപാടി എന്നുള്ള തീരുമാനം എത്തിയപ്പോൾ അവസാനത്തേക്കെല്ലാം ഇതിനെ അടുക്കി വെക്കേണ്ടി വന്നു. അപ്പോൾ ആ പ്രഷർ സിറ്റുവേഷൻ ഞാൻ ഫോളോ ചെയ്തൊരു സാധനമാണ് കലണ്ടറിൽ കറക്റ്റ് ടൈം ടേബിൾ വെച്ചിട്ട്, ഓക്കെ ഈ ദിവസം ഇതാണെങ്കിൽ അതിനെ ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് മറ്റേ മുകേഷ് വിനോദ് യാത്രയിൽ പറയുന്നത് 10 മണിക്ക് 9 മണിക്ക് 7 മണി 8 മണി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലോട്ട് എന്നെ ആക്ച്വലി ബിടെക്കിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ചാർട്ടിങ്, ഇതിൻ്റെ മെയിൻ സാധനമാണ് ചാർട്ടിങ്. നമ്മുടെ ഏതൊരു ഷൂട്ടിനാണെങ്കിലും എങ്ങനെ ചാർട്ട് ചെയ്യാം, ഇപ്പോൾ ഇത്ര ദിവസം കൊണ്ട് ഇത് തീർക്കണം, ഇത്ര നൈറ്റ് സീനുണ്ട്, ഇത്ര ഡേ സീനുണ്ട്, ഈ ദിവസങ്ങളിൽ ഈ ആർട്ടിസ്റ്റ് ഉള്ളൂ. അപ്പോൾ അതൊരു ചെസ്സ് കളിക്കുന്നവരുണ്ട്, ഇവിടെ ഇത് വെച്ചാൽ അവിടെ അത് പാളും, അവിടെ ഇത് വെച്ച് ഇത് പാളും. അപ്പോൾ ആ ഒരു പ്രോപ്പർ പ്ലാനിങ് എനിക്കൊന്ന് എന്നെ ബിടെക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. എന്നെ ബിടെക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഡേറ്റ് വൈസ് ആണെങ്കിലും നമുക്ക് ഒരു സാധനം 12-ാം തീയതി റിലീസുണ്ട്, അപ്പം 10-ാം തീയതി ആണെങ്കിലും DI തീർക്കണം, 8-ാം തീയതിക്കുള്ളിൽ എഡിറ്റ് ഫുള്ള് കഴിഞ്ഞാൽ 7 മുതലും സൗണ്ട് കൊടുക്കണം. അപ്പം അങ്ങനത്തെ ഒരു പ്രോപ്പർ വർക്ക് ഫ്ലോ ഉറപ്പായിട്ടും എനിക്കിപ്പം ഫോളോ ചെയ്യാൻ പറ്റുന്നത് ബിടെക്കിൻ്റെ പ്രഷർ കാരണമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. നവീൻ്റെ റൂമിലോട്ട് പോയി കഴിഞ്ഞാലും ഒരു കംപ്ലീറ്റ് വാൾ നിറച്ച് ഒന്ന് നവീൻ ചെയ്യുന്ന മൂവിയുടെ സ്ക്രിപ്റ്റാണ്, അത് ഫുള്ള് ഷെഡ്യൂൾ ചെയ്യേണ്ടത്. പിന്നെ ഓരോ ഷോർട്ട് ഫിലിം കഴിഞ്ഞ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഇന്ന ഡേറ്റിലത് ഇന്ന ഡേറ്റിലത് അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. ഇങ്ങനെ ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്നു, അത് ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ടു ബി. ആ പ്രഷർ ഹാൻഡിൽ ചെയ്താൽ വേറെ ഏത് പ്രഷറും ഹാൻഡിൽ ചെയ്യാവുന്നൊരു ധൈര്യം നമുക്ക് വരും. കാരണം വി ഹാവ് ഡൺ ദാറ്റ് വൺസ് ബിഫോർ, സോ വി ക്യാൻ ഡു ദാറ്റ് എഗെയിൻ എന്നുള്ളൊരു സാധനം വരും. എനിക്കൊന്ന് കുറേ ബിടെക്കാർ സിനിമയിലോട്ട് വരുന്നതിൻ്റെ ഒരു റഷിൻ്റെ കാരണം അതാണെന്ന് തോന്നുന്നു. അത് തീർത്തു, ഇനിയിപ്പോൾ സിനിമയില്ല, അതെങ്ങനെയും ഉണ്ടാക്കാം എന്നുള്ളൊരു മനഃശക്തി തന്നെത്താൻ വരുന്നതാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞു അതെ, അത് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ സിനിമയിൽ അതൊക്കെ എന്തായാലും ചെയ്യാം. ഇറ്റ് വിൽ ടേക്ക് ടൈം, ബട്ട് മേ ബി ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. യെസ് നവീൻ ബ്രോ, 2024 നല്ല വർഷമായിരുന്നു ഞാൻ പറഞ്ഞു, പക്ഷെ 2023 കുറച്ച് സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരുന്നില്ലേ? നമ്മൾ കാര്യങ്ങൾ പ്രതീക്ഷിച്ച പോലെ നടന്നില്ല, കുറച്ച് സ്ട്രഗിളിലായിരുന്നു നമ്മൾ. നടക്കുമോ ഇല്ലയോ എന്നൊരു ഭയങ്കര ഫേസാണ്. അതിലൂടെയാണ് മോസ്റ്റ് ഓഫ് ദം ആർ ഗോയിങ് ത്രൂ. നമ്മളിപ്പോൾ നോക്കി നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരിങ്ങനെ സിനിമ നടക്കുന്നില്ല, പിന്നെ ഒരു ഹോപ്പ് കിട്ടും, പിന്നെ നടക്കുന്നില്ല. അങ്ങനത്തെയൊക്കെ ഫേസ് വരുമ്പോൾ എന്താണ് ബ്രോനെ ഹെൽപ്പ് ചെയ്യുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ള മെയിൻ ഈ നമുക്ക് ഒരിടത്തും എത്തുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരാനുള്ള പ്രധാന കാരണം നമ്മളൊരു ടൈം ലൈൻ വെക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ടൈം ലൈൻ ഉറപ്പായിട്ടും വെക്കണം, എന്നാലേ നമുക്കൊരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു അച്ചീവ് ചെയ്യാനുള്ള സാധനം. പക്ഷേ ആ ടൈം ലൈൻ നടന്നില്ലെങ്കിൽ നമ്മളൊരിക്കലും ഹോപ്പ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റാറില്ല പലപ്പോഴും. ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ സംഭവം. ഞാനും എൻ്റെ റൂംമേറ്റ് ഞങ്ങൾ ഫിലിം സ്കൂളിൽ പഠിക്കുമ്പം 2020 ആയിരുന്നു ഞങ്ങൾക്ക് വെച്ച ടൈം ലൈൻ. 2020 മോനെ നമ്മൾ സിനിമ ചെയ്തു. കാരണം 17-18 ഞങ്ങൾ ഫിലിം സ്കൂളിൽ നിന്ന് ഇറങ്ങി 2 കൊല്ലം അസിസ്റ്റൻ്റ് ആവുന്നു, സിനിമ ചെയ്യുന്നു. അപ്പോൾ തന്നെ കൊറോണയും ബാക്കി പരിപാടികളൊക്കെ വന്നു. അത് ആയതുകൊണ്ടും അല്ലാത്തതുകൊണ്ടും ഒക്കെ ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് അനദർ 4 years ടു റീച്ച് വേർ ഐ എം നൗ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നമുക്ക് നാളത്തേക്ക് ഒന്നും അഷ്വേർഡ് അല്ല. ഇന്നത്തേക്ക് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് പിടിച്ചാലും നാളത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ, അത് ഈ പറഞ്ഞ പോലെ മന്ത്ലി സാലറി വരെ നമുക്ക് വരുന്നതല്ല. അപ്പം ഇപ്പം എൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് ആണെങ്കിൽ പോലും ചില സീസണൽ ടൈമുണ്ട്, ഭയങ്കരമായിട്ട് അഡ്വർടൈസ്മെൻറ്റ് ഒരു മാസത്തിന് പീക്കിന് വരും, അടുപ്പിച്ച് വർക്കുകളായിരിക്കും. പക്ഷേ
എന്നാൽ ചില സമയത്തുണ്ട് ഭയങ്കരമായിട്ട് ഫുൾ വരഞ്ഞിരിക്കും, ഒന്നും കാണത്തില്ല എന്നുള്ള സമയം വരും. അപ്പോൾ അന്നേരം നമ്മൾ അത് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പഠിക്കണം എന്നുള്ള സാധനമാണ്. ഇനി അതല്ല, ഇപ്പം സിനിമയെ വെച്ച് നോക്കുമ്പോൾ തന്നെ എനിക്കറിയാവുന്ന കുറേ പേരുണ്ട് ഇപ്പോഴും ഇതുപോലെ ഒരു ആർട്ടിസ്റ്റ് ഡേറ്റിന് വേണ്ടിയിട്ട് മാത്രം കഥ പോലും അവർക്ക് പറയാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ സ്ട്രഗിലൂടെയൊക്കെ നടക്കുമ്പം ഒറ്റ സാധനമുള്ളൂ, ദിസ് ഈസ് ഫോർ എ ലൈഫ് ടൈം. ഇതൊരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആണ് നമ്മൾ ശ്രമിക്കുന്നതെല്ലാം. അല്ലാണ്ട് ഈ അടുത്ത കൊല്ലത്തിനുള്ളിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കാം, വാശി പിടിക്കാം, പക്ഷേ അത് നടന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്കത് ഉപേക്ഷിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം ഇതല്ലാണ്ട് വേറെ എന്തെന്ന് ചോദിച്ചാൽ വേറെ ഒന്നും ഇല്ല. അപ്പം ഇതിനുവേണ്ടി തന്നെ മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ ഡിസിഷൻ നമ്മളെ കൺവിൻസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ എപ്പോഴും സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡയറക്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് ആയിരിക്കില്ല റൈറ്റ് വേ. അപ്പം അത് വർക്കായില്ലെങ്കിൽ വേറെ മെത്തേഡ്സ് ട്രൈ ചെയ്യാമെന്നാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ ആസ് എ സിനിമാറ്റോഗ്രാഫറാണ് ഞാൻ പ്രൊഫഷണലി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ പാഷനറ്റ്ലി എനിക്ക് ഒരു ഡയറക്ടർ ആവണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഫീച്ചർ ഫിലിമിനുള്ള സ്ക്രിപ്റ്റ് എല്ലാം ഞാനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്ന് എനിക്കൊന്ന് 2021-22 സമയത്ത് തൊട്ട് ഞാൻ പ്രൊഡ്യൂസിനടുത്ത് പിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നേരം ഞാൻ മനസ്സിലാക്കിയൊരു സാധനമാണ്, ഓക്കെ സ്ക്രിപ്റ്റ് ഉണ്ട്, ഇതുണ്ട്, പക്ഷേ അതിന് കുറേ സ്ഥലത്ത് എനിക്ക് ഡയറക്ടോറിയൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മേ ബി ഇറ്റ്സ് നോട്ട് എ മേജർ റീസൺ ഫോർ ഇറ്റ് ടു നോട്ട് ഹാപ്പൻ. പക്ഷേ അതുകൂടെ ചെയ്താൽ ഐ നോ ദാറ്റ് ഓക്കെ ഈ പ്രോജക്റ്റ് നടക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പം ആ കാരണത്തിന് അപ്പം നമ്മൾ എന്തെങ്കിലും പ്രോഗ്രസ് വേണമല്ലോ. സോ അങ്ങനെയാണ് ഞാൻ ഓക്കെ ഫൈൻ, എന്നാൽ ഞാൻ ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്യാം. ഓക്കെ ഞാൻ ഈ സ്ക്രിപ്റ്റുമായിട്ട് പോകുമ്പോൾ സാർ ഇതിന് മുന്നേ ഞാനൊരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൂടെ കാണിക്കാം എന്നുള്ളൊരു പ്രോജക്റ്റ്. സോ അന്നേരം നമുക്ക് ചെയ്യാവുന്ന കാര്യം അത്രേ ഉള്ളൂ. ഓക്കെ അപ്പം നമുക്ക് തന്നെ ഒരു ഫീലിംഗ് ആണ്, ഓക്കെ വി ഹാവ് മൂവ് വൺ സ്റ്റെപ്പ് ക്ലോസർ ടു അവർ ബിഗ് ഡ്രീം. അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ പറ്റിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഇതിൽ നടക്കത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലൂടെ ഞാനും മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 കുറേ അധികം നവീൻ പ്രൊഡ്യൂസേഴ്സിനെ പിച്ച് ചെയ്യാൻ നോക്കി. അതെ, എക്സാക്ട്ലി. ഒന്നും നടന്നില്ല. പിന്നീട് വർക്ക്സിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് അത് കാരണം നമുക്ക് ഈ ഷൂട്ടും മീറ്റിങ്സും ഭയങ്കര കൺഫ്യൂസിങ് ഒന്നിച്ചു കൊണ്ടുപോകാം. കാരണം അവിടെ നമ്മളൊരു വാക്ക് കൊടുക്കുന്നുണ്ട്, ആ സാർ ഫ്രൈഡേ വരാം എന്ന് പറയും, പക്ഷേ ഇവിടെ ഷൂട്ടും ഉള്ളപ്പം നമുക്ക് അതിനുവേണ്ടി തേഴ്സ്ഡേ ലൊക്കേഷൻ കാണാൻ പോകണം. അപ്പോൾ 2 പ്രാവശ്യം ഞാൻ കുറച്ച് സേവിങ്സ് ആയപ്പം ഷൂട്ട്സിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിരുന്നു. ഞാൻ അഡ്വർടൈസ്മെൻറ്റ് മൊത്തം ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഞാൻ ഫിലിമിൻ്റെ ഓണാക്കാൻ വേണ്ടി നടക്കുന്നത്. പക്ഷേ അന്നേരം നമ്മൾ ഓക്കെ ഫൈനലി ആ കാശ് മൊത്തം തീർന്നു, ആ പരിപാടി നടന്നില്ല. അപ്പോൾ വാട്ട് എൽസ് ഷുഡ് ഐ ഡു ടു മേക്ക് ദിസ് ഫിലിം ഹാപ്പൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. അതിനാണ് പിന്നെ ഓക്കെ ഫൈൻ ഐ നീഡ് സംതിങ് എൽസ് ടു ഹെൽപ്പ് മീ സപ്പോർട്ട് മൈ ഡ്രീം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ബംബ്ലിംഗ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഒറിജിനേറ്റ് ആവുന്നത്. അതിന് മുന്നേ തേടൽ എന്ന് പറഞ്ഞ അതെ മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഡയറക്ഷൻ ചെയ്യാൻ പറ്റും എന്നൊരു സാധനം വന്നു. പിന്നീട് റൺവേ ചെയ്തു. എക്സിക്യൂഷൻ ലെവൽ നമുക്ക് ആവശ്യമില്ല വെച്ചു. പിന്നീടാണ് ബംബ്ലിംഗ് ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ ഒരു നെക്സ്റ്റ് ബിഗ് തിങ് വരുന്നത്. വളരെ ക്യൂട്ടായിട്ടൊരു ലവ് സ്റ്റോറി, ആർക്കും പെട്ടെന്ന് കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു അടിപൊളി സംഭവം ആയിരിക്കും എന്ന് നമുക്ക് അഷ്യൂരിറ്റി കൊടുക്കാം. നവീൻ ബ്രോ, ആ ഒരു സംഭവം ചെയ്തപ്പോഴത്തേക്ക് നവീൻ ബ്രോന് ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമല്ലോ. യെസ്, എനിക്ക് ജസ്റ്റ് ഞാൻ സിനിമാറ്റോഗ്രാഫി എന്ന് മാത്രം ഒതുങ്ങി കൂടാതെ എനിക്ക് മറ്റേ ഡയറക്ഷനിലോട്ട് കയറിയപ്പോൾ ഒരു ഡയറക്ടോറിയൽ സംഭവം ഉണ്ട്, അതിന് കാണിക്കാൻ പറ്റുമെന്ന് ഒന്ന് നമുക്ക് തന്നെ ഒരു സാധനം പിന്നെ പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പുറത്തൊരാളെ കാണിക്കാനാണെങ്കിലും എനിക്ക് ഡയറക്ഷൻ പറ്റും എന്ന് അത് കാണിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സംഭവമാണ് ബംബ്ലിംഗ്. അതിനകത്ത് തന്നെ ബംബ്ലിംഗ് നോക്കുവാണെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി ആൻഡ് എഡിറ്റിംഗ് ഇതെല്ലാം ഒറ്റൊരാളാണ് ചെയ്തിരിക്കുന്നത്. സന്തോഷ് പണ്ഡിറ്റിന്റെ 2ാം വരവാണ്. അപ്പോൾ നല്ലൊരു സന്തോഷ് പണ്ഡിറ്റാണ്. അപ്പോൾ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? അല്ല തമാശ പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൽ ക്രെഡിറ്റ് കാർഡിൽ പോലും സിൻസിയർ താങ്ക്സ് സന്തോഷ് പണ്ഡിറ്റ് വെക്കണമെന്നുണ്ട്. അപ്പം ആഡ് ചെയ്യുമായിരിക്കും, ഇപ്പം എഡിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കാരണം ഹീ ഈസ് ആക്ച്വലി എ മോട്ടിവേഷൻ ഫോർ മീ. ഓക്കെ ഫൊർഗെറ്റ് ഹിസ് ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട്, കാരണം അത് ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആണ്. ഒരു ആളുടെ ഒരു ക്വാളിറ്റി നമുക്ക് 2 ഇൻഡിവിജ്വൽ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. ബട്ട് ഹ്യൂമൻലി ഡിഡ് ഹി മേക്ക് ഇറ്റ് പോസിബിൾ എന്നൊരു ഫാക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അന്ധകാലത്ത് ആൾ സിനിമയിലോട്ട് എങ്ങനെയും എത്തണമെന്ന് ആഗ്രഹിച്ച സമയത്ത് പുള്ളി അന്ന് ഞാൻ +2 പഠിക്കുമ്പോഴാണ് ഏതായിരുന്നു പടത്തിൻ്റെ പേര് പറഞ്ഞത്, കൃഷ്ണൻ രാധ. എക്സാക്ട്ലി, അതെ കൃഷ്ണൻ രാധ. അതൊക്കെ അറിയുമ്പോൾ എല്ലാവരും ട്രോളുമാണ്. ഓക്കെ ഫൈൻ യു ഗൈസ് ട്രോൾ ഹിം, ബട്ട് ഹി സിംഗിൾ ഹാൻഡഡ്ലി മേഡ് സംതിങ് ഫ്രം സ്ക്രാച്ച്. ഹി പുട്ട് ഇറ്റ് ടു തിയേറ്റേഴ്സ്. ഏതോ 4-5 തിയേറ്ററിലൊക്കെ ഓടുന്നുണ്ട്. സോ ആ ഒരു വർക്ക് ഫ്ലോ ഒരാൾ പോസിബിൾ ആണെന്ന് കാണിച്ചോ. അപ്പോൾ ഐ ലൈക്ക് ഓഫ് ഇയാൾ പൊളി സാധനമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആണ്. വേറെ ആൾ ഇല്ലെങ്കിൽ പോലും യു ക്യാൻ ഗെറ്റ് തിങ്സ് ഡൺ. ഒബ്വിയസ്ലി ഇറ്റ്സ് എ ടീം വർക്ക് ഫോർ ഷുവർ. ഇതിലിപ്പം ഞാൻ 5 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഓരോ പ്രോസസ്സിലും എൻ്റെ ടീം അത്രയും സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ നിന്നുകൊണ്ട് മാത്രമാണ് ഞാൻ എക്സിക്യൂട്ട് ചെയ്തത്.
ഇപ്പം റൈറ്റിംഗിലാണെങ്കിലും കാരണം ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന തന്നെ എൻ്റെ ഒരു ഫീച്ചർ ഫിലിം, അത് കോവിഡ് സമയത്ത് വീട്ടിൽ വെറുതെ ഇരിക്കുമെന്നൊരു തോന്നൽ വരണ്ടെന്ന് എനിക്കും വീട്ടുകാർക്കും ഉണ്ടാവണമെന്ന് ഓർത്തിട്ട് ഞാൻ വെറുതെ എഴുതി തുടങ്ങി. അപ്പോൾ വീട്ടുകാരെ കാണിക്കുന്നത് അമ്മ ഞാൻ രാവിലെ കഥ എഴുതാൻ പോവാണ്, ശല്യപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. കാരണം മറ്റേ അവർ പറഞ്ഞു തുടങ്ങിയായിരുന്നു, എടാ ഇതിപ്പോൾ എന്ന് തീരുമെന്ന് അറിയത്തില്ല, വല്ല ജോലിക്ക് വേറെ ജോലി നോക്കണമെന്ന് പറഞ്ഞു. ജോലിയോ, സിനിമയുടെ കഥ എഴുതിക്കൊണ്ടിരിക്കും, അവിടെ ജോലിയൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പം ആദ്യം ഞാൻ ഈ പറഞ്ഞാൽ വെറുതെ ജസ്റ്റ് മിമിക്കിങ് കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടും എനിക്ക് ഇതിന് മൂടൊരു താരസംപർ വേക്കപ്സ് 3 Idiots'നൊക്കെ ഒരു ബ്ലെൻഡുള്ള മൂഡാണ് ഞാൻ ഉദ്ദേശിച്ച സബ്ജക്റ്റ്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ്സ് ഡൗൺലോഡ് ചെയ്ത് വായിച്ച്, അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു എക്സസൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളൊരു മൂവി കണ്ടിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പം യു വിൽ നോ എന്തൊക്കെ എഴുതിയാലാണ് ഇത്രയും വിഷ്വൽസ് വരുന്നത്. അപ്പോൾ ആ ഒരു ബാക്ക് ട്രാക്കിംഗ് പ്രോസസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്കെ ഫൈൻ, എന്നാൽ ഞാൻ എൻ്റെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തിട്ട് എൻ്റെ വിഷ്വൽസ് മനസ്സിലുണ്ട്, അത് കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ എഴുതണം. അങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് 2020 എഴുതി തീരുന്നത്. സോ അതല്ലാണ്ട് ഞാൻ വേറെ ഒന്നും എഴുതിയിട്ടുമില്ല പരിപാടി, അല്ലാണ്ട് ചെറിയ ഷോർട്ട് നോട്ട്സ് പരിപാടികളൊക്കെ എന്തെങ്കിലും കുറിച്ച് വെക്കാറുള്ളൂ ഇൻസ്റ്റയിലൊക്കെ. അപ്പോൾ ഈ സബ്ജക്റ്റിലോട്ട് വന്നപ്പം ഐ വാസ് ലൈക്ക് ഐ നീഡ് സംതിങ് ടു ഡയറക്റ്റ്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട് ഷോർട്ട് ഫിലിമിലുള്ള കഥ. പക്ഷെ അന്നേരം എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു, 1-2 സാധനം കേട്ടു പോയെന്നല്ലാണ്ട്. അപ്പോൾ പിന്നെ എന്നാൽ ഞാൻ ഓക്കെ എൻ്റെ ഒരു ത്രെഡുണ്ട്, അത് ആരെങ്കിലും ഡെവലപ്പ് ചെയ്യിക്കാന്ന് ഓർത്തിട്ടാണ് ഞാൻ ആദ്യം ഈ ബംബ്ലിങ്ങിയുടെ ഒരു 4-5 ചെറിയ ത്രെഡ്സ് ഉണ്ടായിരുന്നു, ഒരു ആന്തോളജി പോലെ അങ്ങനെ എന്തെങ്കിലും പിടിക്കാമെന്ന് ഓർത്ത് അങ്ങനെ കൊടുത്തു. പക്ഷെ അതും അപ്പം എവറിത്തിങ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ടു എവരി വൺ. അപ്പം നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് സാധനം കേൾക്കുന്ന ഒരാൾക്കാവണമെന്നില്ല. അന്ന് ഒരിടത്തും അത് ഹാപ്പനിങ് ആയിരുന്നില്ല. കൊടുത്ത കുറച്ച് അസോസിയേഷനൊക്കെ ചെയ്യാൻ രസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഐ ഡിഡ്ന്റ് സീ ഇറ്റ് ഹാപ്പനിങ്. അങ്ങനെ ഒരു നേരമാണ് ഓക്കെ ഫൈൻ, എന്നാൽ ഞാൻ തന്നെ വെറുതെ ഒന്ന് എഴുതി നോക്കാമെന്ന് ഓർത്തിട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എനിക്ക് 3-4 days തന്നെ എഴുതി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റൈറ്റിംഗ് പ്രോസസ്സ് നടന്നത്. പക്ഷേ വൺസ് ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഇഷ്ടം ഫസ്റ്റ് ഡ്രാഫ്റ്റ് നമ്മൾ ഒറ്റയ്ക്ക് എഴുതണം, അവിടെ എനിക്ക് ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്ത് എഴുതുന്ന അത്ര ഇഷ്ടമല്ല. കാരണം നമ്മുടെ മൈൻഡിൽ നിന്ന് അത് ഭയങ്കരമായിട്ട് ഡീവിയേറ്റഡ് ആയിപ്പോൾ ഓരോരുത്തരും ഒരു ഐഡിയാസ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് പിടിച്ച് കയറും. അപ്പോൾ നമുക്കിതൊരു എൻഡിലോട്ട് എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഡ്രാഫ്റ്റ് എപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് ആ ഒരു ഐസൊലേഷനിൽ നമ്മൾ നമ്മുടെ തോട്ട്സ് മാത്രമായിട്ട് കുറേ കാണും, വാരി വലിച്ച് എഴുതും. ആവശ്യമില്ലാത്ത ഒരു സീനിനെ തന്നെ പല ട്രീറ്റ്മെൻറ്റ്സ് എഴുതും. അങ്ങനെ വാരി വലിച്ച് എഴുതിയതിന് ശേഷം ദെൻ ഐ ബ്രിങ് ഇൻ മൈ ടീം. ഇപ്പോൾ ഇതിലെനിക്ക് സ്ക്രിപ്റ്റ് അസോസിയേറ്റ്സ് ആയിട്ട് ലിജോ എന്ന് പറഞ്ഞ എൻ്റെ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് പൊക്കിയ ഒരാളാണ്, ഹാനും അതുപോലെ. അങ്ങനെ ഞങ്ങൾ 3 പേരാണ് മെയിൻലി ഇതിൻ്റെ ഒരു എലാബറേറ്റഡ് വേർഷനിലോട്ട് ഞാൻ എഴുതിയതിന് ശേഷം അവരെ പിന്നെ പിച്ചിങ് ചെയ്തിട്ട്. കാരണം ഇവരൊക്കെ എനിക്ക് ക്രിട്ടിക്കലി ഭയങ്കരമായിട്ട് റിവ്യൂ തരുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ക്രിയേറ്റീവായിട്ട് റോയലിൻ ഇപ്പം കൊണ്ടലൊക്കെ റൈറ്ററാണ്. അപ്പം ഇവരൊക്കെ എനിക്ക് ഭയങ്കര ക്രിട്ടിക്കലി ഇതിൻ്റെ റിവ്യൂ തരുന്നവരായതുകൊണ്ട് നമുക്കറിയാം ഇത് സാധനം കൊടുക്കുമ്പോൾ. കാരണം കുറേ സാധനമൊക്കെ നമുക്ക് വർക്കാവോ ഇല്ലയോ എന്ന് ഡൗട്ടുള്ള സാധനമുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എഴുതും, എന്നിട്ടൊന്ന് ട്രയൽ അടിച്ച് നോക്കും. അപ്പോൾ അതിന് വർക്ക് ആവാത്തതൊന്ന് ഫിൽട്രേഷൻ ഇവരുമായിട്ടിരിക്കും. എന്നിട്ട് വീണ്ടും അങ്ങനെയാണ് സ്ക്രിപ്റ്റിംഗ് ഒരു റിഫൈൻമെൻറ്റിലോട്ട് എത്തിയത്. അപ്പോൾ വൺസ് ദാറ്റ് ഇസ് ഡൺ പിന്നെയാണ് അപ്പം എനിക്കൊരിക്കലും ഇപ്പം ഈ 5 ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ആണെങ്കിലും എനിക്ക് ആകെപ്പാടെ പ്രഷർഫുൾ ആകുമെന്ന് തോന്നിയത് സിനിമാറ്റോഗ്രഫിയും ഡയറക്ഷനുമാണ്. കാരണം ഇത് രണ്ടുമാണ് ഓൺ സെറ്റ് നമുക്ക് ആവശ്യമുള്ളത്. ബാക്കി പറഞ്ഞ പോലെ റൈറ്റിംഗ് അതൊരു സെപ്പറേറ്റ് സെഗ്മെൻറ്റാണ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്തതിലോട്ട് കയറുന്നത്. അങ്ങനെ സിനിമാറ്റോഗ്രഫിയും ഡയറക്ഷൻ ഇപ്പം ഐ വാസ് ഫോർ ഷുവർ കോൺഫിഡൻറ്റ് ദാറ്റ് ഈ സിനിമാറ്റോഗ്രഫിയും ഡയറക്ഷൻ ഒന്നിച്ച് ചെയ്യണമെങ്കിൽ അത്രയും ഒരു 1 month-ഓളം ഞങ്ങളിപ്പോൾ ഒന്നിച്ച് താമസിക്കുന്നവരാണ് എല്ലാവരും. അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് ഒരു 1 month ഉണ്ടായിരുന്നു ഇതിന്. രാവിലെ തൊട്ട് വൈകിട്ട് ഒരു ലൊക്കേഷൻ കാണാൻ പറ്റും, ആ ലൊക്കേഷനിൽ ചെന്നിട്ട് ഇപ്പോൾ ഇതിൽ മറ്റേ കുറച്ച് ട്രാൻസിഷൻ ഷോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലുണ്ട്, പക്ഷേ വർക്ക് ആവുമെന്ന് നോക്കാം. അപ്പോൾ ഉറപ്പായിട്ടും ഫോണിൽ വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അത് വർക്ക് ആവുന്ന എഡിറ്റിൽ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടാണ് ഞാൻ മിക്കതും ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു വർക്ക് ഫ്ലോ ഉള്ളതുകൊണ്ട് മാത്രമാണ് സിനിമാറ്റോഗ്രഫിയും ഡയറക്ഷൻ ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഷൂട്ടിൽ നമുക്ക് ആർട്ടിസ്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. കാരണം എൻ്റെ അസോസിയേഷനും എല്ലാം നമ്മുടെ ഓരോ സീനിനുള്ള ലൈറ്റപ്പ് നമ്മൾ ലൈറ്റ് ഡയഗ്രാം വെച്ച് വരച്ചിട്ടുണ്ട്. ഓരോ ഷോട്ട്സും ഏത് എടുക്കേണ്ടതെന്ന് അവർക്കും അറിയാം. ഇപ്പം ചില ഷോട്ട്സ് മാക്രോ ആവശ്യമുണ്ട്, ചില വെർട്ടിഗോ ഷോട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ എക്സാക്റ്റ് ആയിട്ട് ഇത് ടീം ഈസ് എഡ്യൂക്കേറ്റഡ്. അപ്പം ആ ഒരു എക്സിക്യൂഷൻ മാത്രം ഞാൻ അന്നേരം ഫോളോ അപ്പ് ചെയ്താൽ മതി. അത്രയും സ്ട്രോങ് ആയിട്ട് എൻ്റെ സിനിമാറ്റോഗ്രഫി ടീമോട് നിൽക്കുന്നതുകൊണ്ടാണ് സിനിമാറ്റോഗ്രഫിയും ഡയറക്ഷനും നമുക്ക് ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മൾ ഫുള്ളി കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പോൾ സ്ക്രിപ്റ്റ് ഫോളോ അപ്പ് ചെയ്യാൻ ഒരു അസോസിയേറ്റ് ഉണ്ട്, ബാക്കി സിനിമാറ്റോഗ്രഫിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്യാനാണ്. അപ്പോൾ നമ്മളിത് രണ്ടും അനലൈസ് ചെയ്യുക, റിവ്യൂ ചെയ്യുക, എന്തെങ്കിലും പറഞ്ഞാലേ പണി പാളുന്നിടത്തുണ്ടെങ്കിൽ അതിന് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം സ്ട്രിക്ട്ലി അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ടീം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം നമുക്ക് ഇത്രയും ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് സിനിമാറ്റോഗ്രഫീൻ്റെ ഡയറക്ഷനിലോട്ട് പോകണമെന്ന് തോന്നിയത്? എനിക്ക് ആക്ച്വലി ഇതിന് രണ്ടിനെയും സത്യം പറഞ്ഞാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം ഞാൻ പ്രൊഫഷണൽ ഒരു സിനിമാറ്റോഗ്രഫർ ആയതുകൊണ്ട് വെൻ ഐ വോണ്ട് ടു ഡയറക്റ്റ് സംതിങ് എനിക്ക് വേറൊരു സിനിമാറ്റോഗ്രഫറിനെ കൊണ്ടുവരുമ്പോൾ എനിക്കെപ്പോഴും തോന്നിയിട്ടില്ല ഐ വുഡൻ ഗിവ് ദം ഫ്രീഡം ടു
ഫ്രെയിം. കാരണം എൻ്റെ മനസ്സിൽ ഇതാണ്, അയ്യോ ഇതല്ലോട്ടോ ബ്രോ, ഇതാണ് ഫ്രെയിം, അയ്യോ എത്രയും ഹെഡ് റൂം വേണ്ട താത്തണം. അപ്പം എനിക്കിത് രണ്ടും ഒരു കമ്പൈൻഡ് എഫേർട്ടാണ് എൻ്റെ മനസ്സിലായിട്ട് എപ്പോഴും ഉള്ളത്. കാരണം ടെക്നിക്കലി, കാരണം ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ പോലും നമുക്ക് ആ ഷോർട്ട് ഡിവിഷനിലാണ് ഇത് കൺസീവ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ നടന്നു വരുന്നത്, ഇപ്പോൾ നമ്മൾ ആ ഷോർട്ട് ഡിവിഷനാണ് മനസ്സിലാവും. അപ്പോൾ ആ ഷോർട്ട് ഡിവിഷൻ തന്നെ എനിക്ക് സിനിമാറ്റോഗ്രഫി വെക്കണമെന്നുണ്ട്, അതേ ലെൻസിങ് വെക്കണമെന്നുണ്ട്, അതേ കളർ പാലറ്റ് പിടിക്കണമെന്നുണ്ട്. അപ്പോൾ അത്രയും ഞാൻ തന്നെ ചെയ്യുമ്പം അയാളാണ് ചോദിക്കുന്നത്, അപ്പം പിന്നെ തനിക്ക് എന്നെ ചെയ്താൽ പോരടോ എന്ന് ചോദിക്കുന്ന സാഹചര്യം വരാണ്ടിരിക്കാനാണ് എനിക്ക് ആക്ച്വലി സിനിമാറ്റോഗ്രഫിയും ഡയറക്ഷനും ഒരു കമ്പൈൻഡ് ആയിട്ട്. ഇപ്പം ചുമ്മാ ഒരു സില്ലി എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ സ്റ്റിയറിംഗ് ഓടിക്കാം, നീ ഗിയർ മാറ്റിക്കോ എന്ന് പറയുമ്പോൾ അതൊരു വിയേർഡ് സാധനമല്ല. അപ്പോൾ എനിക്ക് അങ്ങനെയാണ്. കാരണം സിനിമാറ്റോഗ്രഫിയാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നുണ്ട്. ഡയറക്ഷൻ ചെയ്യുമ്പം എനിക്ക് ആക്ച്വലി ഐ വോണ്ട് ടു ബി ദ സിനിമാറ്റോഗ്രഫർ. ഉറപ്പായിട്ടും ഇതിലാണെങ്കിൽ നമ്മൾ ഓപ്പറേറ്റീവ് ക്യാമറമാനെ വെക്കും. ഇതിലാണെങ്കിൽ എൻ്റെ അസോസിയേറ്റ് തന്നെ ആണ് ഇതിൽ ഓപ്പറേറ്റീവ് ക്യാമറമാനായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഫിസിക്കലി സ്ട്രെയിൻ എടുക്കേണ്ടി വരത്തില്ല. ഇപ്പോൾ ഒത്തിരി എക്സാക്റ്റായിട്ട് ഷൂട്ട് ചെയ്യേണ്ട സാധനം നമുക്ക് ആർട്ടിസ്റ്റായിട്ട് സംസാരിച്ചിട്ട് വീണ്ടും ക്യാമറ എടുത്ത് വെക്കുക, അത് പാടായിരിക്കും. അപ്പം ചില സീനും പരിപാടികളൊക്കെ അവർ ഓപ്പറേറ്റ് ചെയ്യും, നമ്മൾ കമാൻഡ് കൊടുക്കുന്നതനുസരിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രീഡം ഉണ്ട്. അവർക്കും അറിയാം അവർ ആ പൊസിഷനിൽ നിൽക്കുന്നുണ്ട് ആ സാധനം. അപ്പോൾ ഒരു സിനിമാറ്റോഗ്രഫറും ഡയറക്ടറും ഈഗോ ക്ലാഷും പരിപാടിയൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അതാണ് എനിക്ക് സിനിമ. ഇപ്പം എൻ്റെ മൂവിയുടെ ആണെങ്കിൽ പോലും എൻ്റെ ഒരു ആഗ്രഹമാണ് സിനിമാറ്റോഗ്രഫിയും ഡയറക്ഷൻ എനിക്കാണ് ചെയ്യുന്നത്. സോ അതിന് ഞാൻ കേപ്പബിൾ ആണെന്ന് എന്നെ തന്നെ പ്രൂവ് ചെയ്യാനാണ് ഞാൻ ഈ ബംബ്ലിങ് ഷോർട്ട് ഫിലിം ആക്ച്വലി ഒന്ന് ട്രൈ ചെയ്യണം നടത്തുന്നത്. കാരണം ഇതൊരു 5 ദിവസത്തെ പ്രൊജക്റ്റ് ആയിരുന്നു മൊത്തത്തിൽ, ഷൂട്ട് ഇൻക്ലൂഡിങ് പാച്ച് എല്ലാം കൂടെ. അപ്പം ഈ 5 ദിവസത്തിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും സിനിമ എന്ന് പറയുമ്പം ഇച്ചൂടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ ആൾക്കാരും ഉണ്ട്. ഇച്ചൂടെ നമ്മൾ അത്ര ഓടേണ്ടേ വരുന്നത്. ഇപ്പോൾ നമ്മൾ പെർമിഷൻ എടുക്കാനും നമ്മൾ തന്നെ ഓടണം, എല്ലായിടത്തും നമ്മൾ ഇപ്പം ഫുഡ് മേടിക്കാൻ പോലും നമ്മുടെ ആരെങ്കിലൊക്കെയാണ് ഓടിപ്പോകുന്നത്. സോ അതിനേക്കാൾ പ്രഷർ കുറവായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇതിന് എന്നെ തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബംബ്ലിങ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഈ പറഞ്ഞ പോലെ സിനിമാറ്റോഗ്രഫി ഡയറക്ഷൻ ചെയ്യാം. പിന്നെ എനിക്ക് എൻ്റെ വർക്ക്സ് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞല്ലേ, അതും ഇതെല്ലാം കൂടെ വെറുതെ കാശ് ലാഭിക്കാൻ വേണ്ടി ഒരിക്കലും ചെയ്ത സാധനമല്ല. എനിക്ക് തന്നെ ഒരു ക്യൂരിയോസിറ്റിയാണ്, ഇത് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടി. ഇപ്പം ഇൻ കേസ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്, ഒബ്വിയസ്ലി വേറെ ആളെ കൊണ്ട് എഡിറ്റ് ചെയ്യാമെന്ന് ഞാൻ മനസ്സിലുണ്ടായിരുന്നു. അപ്പം മനസ്സിൽ നമ്മൾ ഷോർട്ട് ഡിവിഷൻ ചെയ്തതനുസരിച്ച് തന്നെയാണ് നമ്മളിപ്പം എഡിറ്റും ചെയ്തേക്കുന്നത്. എന്നാൽ ഇതിന് ട്രെയിലറൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കറിയാം ഐ വുഡൻ ബി എ ഗുഡ് പേഴ്സൺ ടു എഡിറ്റ് ദ ട്രെയിലർ. കാരണം നമ്മൾ അത്രയും സാച്ചുറേറ്റഡ് ആണ്. ഇതിൻ്റെ ഒരു ഹൈ കിട്ടുന്ന സീൻസൊക്കെ നമുക്കിപ്പോൾ ഫ്ലാറ്റാണ്. അപ്പം എഡിറ്റർ ഉറപ്പായിട്ടും പുറത്ത് ഇപ്പോൾ ട്രെയിലർ എഡിറ്റ് ചെയ്യാൻ വേറൊരു ഫ്രണ്ടിനെ കൊണ്ട്, അൽത്താഫ് എന്ന ഫ്രണ്ടാണ് ട്രെയിലർ എഡിറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ഉറപ്പായിട്ടും ഇപ്പോൾ കളർ ഗ്രേഡിങ് ഞാൻ കൈവച്ചിട്ടില്ല, വേണമെങ്കിൽ ഡാമേജ് ചെയ്യുന്നത്. അപ്പോൾ വൈകാറ് അതൊക്കെ മിടുക്കരും കഴിവുള്ളവർ തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നത്. ബാക്കി നമുക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കുമ്പം, കാരണം ആദ്യമായിട്ടാണ് ഞാൻ എഴുതിയൊരു സാധനം ഷൂട്ട് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് എഡിറ്റിംഗ് ടേബിളിൽ ഞാൻ തന്നെ ഇരിക്കുമ്പം എഡിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വലി റൈറ്റിങ്ങിൽ എന്തൊക്കെ നമുക്ക് കുറയ്ക്കായിരുന്നു കൂട്ടായിരുന്നു എന്നാണ്. കുറേ സീൻസ് നമ്മൾ കമ്പൈൻഡായിട്ട് പോകേണ്ട സീൻസ് നമ്മൾ ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതും. അതൊക്കെ ഞാനിപ്പോൾ സോങ് കട്ട്സിലോട്ട് ആഡ് ചെയ്ത് പോകണം. ഇറ്റ് ഡിൻ ഡിസേർവ് എ സെപ്പറേറ്റ് സീൻ ടു ഷോ ദാറ്റ് കണ്ടന്റ് എന്ന് തോന്നി. അപ്പോൾ നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യുമ്പം ആ എഴുത്തിൻ്റെ എഡിറ്റാണ് ഞാൻ ആക്ച്വലി അവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വർക്ക് ഫ്ലോ എനിക്ക് കുറേ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ്. എന്തെങ്കിലും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എഡിറ്റ് ടേബിളിൽ വന്നിട്ട് കട്ട് ചെയ്ത് കളയണമെന്ന് തോന്നിയായിരുന്നു? ഉറപ്പായിട്ടും അതാ പറഞ്ഞാൽ, ഇപ്പം ഒരു സീനിൽ എനിക്ക് ഇവർ രണ്ടുപേരും ഇവരുടെ ഒരു കോൺവെർസേഷൻ ഇച്ചിലൂടെ പോയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു കഫേലിരുന്നും ഇവരായിട്ട് കോൺവെർസേഷൻ ഉണ്ട്. മറ്റേ ചോക്കോസിൻ്റെ ഫോട്ടോ അയക്കുമ്പം ഡയറ്റിലാണോ അല്ല ദാരിദ്ര്യമാണെന്ന് പറയുന്നു. അത് ആക്ച്വലി ഒരു ചെറിയൊരു 3-4 ഡയലോഗുള്ള സീനായിരുന്നു. അപ്പം ഞാനത് എഡിറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോൾ തന്നെ ആ സീൻ ഞാൻ എഡിറ്റ് പോലും ചെയ്തില്ല. കാരണം ഇമ്പോർട്ട് ചെയ്തപ്പോൾ ഈ സീൻ ഇവിടെ ഒരു ആവശ്യമില്ല, അതിന് മുന്നേ തന്നെ അവരുടെ കോൺവെർസേഷൻ രജിസ്റ്റേർഡ് ആണ്. അത് നേരെ ആ 2 കീ പോയിൻറ്റ്സ് മാത്രം ഞാൻ സോങ്ങിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം ഇനി ഞാൻ എഴുതാനിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഓക്കെ ഫൈൻ, എഴുത്തിൽ ഇത്രയും പോകേണ്ട ആവശ്യമില്ല, ഈ ഒരു ലെവലിൽ നമുക്ക് നിർത്താം എന്നുള്ളതായിരിക്കും ചിലപ്പോൾ തോന്നുക. പിന്നെ എനിക്ക് ഇതിലുള്ള നമ്മുടെ അൾട്ടിമേറ്റ് ഫ്രീഡം നോ പറയാൻ ഒരാളും ഇല്ല. മറ്റേ നമ്മൾ ഒരു പ്രൊഡ്യൂസർ സമ്മതിച്ചില്ല അല്ലെങ്കിൽ ഡയറക്ടർ സമ്മതിച്ചു, ഇത് നമ്മൾ തന്നെ കോടതി നമ്മൾ തന്നെ ആരാചാരെന്ന് പറഞ്ഞ പോലെ ഫുൾ ഫ്രീഡത്തിൽ ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പറയും പിന്നെ ഒരു ലോട്ടറി എടുക്കാം, എന്തായാലും പബ്ലിക് ചെയ്ത് ഇതിൽ കടം മേടിക്കാതല്ല, എല്ലായിടത്തും നിന്ന് മേടിച്ച് സ്വന്തം ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ട് തീർത്തു. പിന്നെ ഇതുപോലെ വിനീത് ശ്രീനിവാസനെ കൊണ്ട് പാടിച്ചാലോ എന്നൊരു അതിമുഖം വന്നപ്പം അതിൻ്റെ പുറകെ പോയി കുറച്ച് പരിപാടികൾ അങ്ങനെ ഇപ്പം അല്ല. കാരണം സ്വപ്നത്തിൽ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൽ ഒരു 1.5 ലക്ഷമൊക്കെ ഒരു പാട്ടുകാരന് കൊടുക്കേണ്ടി വരുമെന്ന്. അപ്പോൾ നമ്മൾ ഇതിൽ മ്യൂസിക് ചെയ്തേക്കുന്നത് സൂര്യ എന്ന് പറഞ്ഞ ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ. അപ്പം നമ്മൾ ഈ സോങ് കേട്ടു. നമ്മൾ ഇതിലൊരു പെണ്ണിന് പുഞ്ചിരി എന്ന് പറഞ്ഞ പോർഷൻ നമുക്ക് ഭയങ്കര ഒരു റോംകോം മൂഡിന് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള സാധനമാണ്. എൻ്റെ വിഷ്വൽസും അങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തേക്കുന്നത്.
അപ്പോൾ ഇത് ഞാൻ സോങ്ങിൻ്റെ ഒരു ട്രാക്കും റഫ് ലിറിക്സ് എന്തായാലും ഷൂട്ടിന് മുന്നേ തന്നെ വേണമെന്ന് പറഞ്ഞായിരുന്നു. കാരണം അതനുസരിച്ച് വേണം എഡിറ്റ് പിടിക്കാൻ. ഇപ്പം അവസാനത്തെ ആ പേ എന്ന് പറയുമ്പം നമുക്ക് ആ പിയുടെ ഒരു ഇമോഷൻ അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ കട്ട്സ് പോയേക്കുന്നത് അതുപോലെയാണ്. അതനുസരിച്ചാണ് ഷോർട്ട് ഡിവിഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സോങ് കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ റഫ് വേർഷനൊക്കെ സൂരജ് തന്നെ പാടിയിട്ട് അയച്ചത്. ഫൈനലി ഞാനും സൂരജ് ആക്ച്വലി നമ്മുടെ മൂവിക്ക് വേണ്ടി ഒരു സോങ്ങിന് വിനീത് ശ്രീനിവാസനെ കോൺടാക്ട് ചെയ്യാൻ കുറേ നോക്കുന്നുണ്ട്. ഒരു 1 year ആയിട്ട് നോക്കിക്കൊണ്ട് നിന്നിട്ട് നടന്നില്ല. ഹൃദയം പരിപാടി ആ സമയത്ത് തിരക്കായിരുന്നു, വർഷങ്ങളുടെ തിരക്കായിരുന്നു, അങ്ങനെയെല്ലാം നടന്നു. വി ഓൾമോസ്റ്റ് ഗേവ്. ഇതിൻ്റെ വീണ്ടും വന്നത് ലൈക്ക് എടാ വിനീത് ശ്രീനിവാസൻ ഒന്ന് പിടിച്ച് നോക്കിയാലോ, നോക്കാം എന്നുള്ളതിൽ അങ്ങനെ ജോർജ് കോര ഇതിൽ ആക്ടർ കോരയുടെ വഴി നമുക്ക് അവരുടെ മാനേജറിൻ്റെ നമ്പർ കിട്ടി. അങ്ങനെ കോൺടാക്ട് ചെയ്തു. ഇറ്റ് ഹാപ്പൻ. ബട്ട് ദെൻ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് നമ്മളൊരു 500,000 ഒക്കെ ഒരു സിംഗറിന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഡെഫിനറ്റ്ലി അതിൽ കാണാൻ ഒന്ന് ഒരു ഫെമിലിയർ വോയിസ് കൂടെ ആവുമ്പോൾ നമുക്ക് ആ ഇഷ്ടം അറിയാണ്ട് ഇച്ചിരി വന്നു പോകുന്ന ഒരു സാധനമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റെക്കോർഡിങ്ങിൽ വന്ന് നിൽക്കുന്നത്. ഞാൻ പേഴ്സണലി പറഞ്ഞു നവീൻ ബ്രോ എനിക്ക് റെക്കോർഡിംഗ് ഒന്ന് കാണണം. പക്ഷേ ഞാൻ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്നിട്ടില്ല, അതുകൊണ്ട് സൗണ്ട്സിന്റെ ജഡ്ജ്മെന്റ് എനിക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താ അവിടെ നടക്കുന്നതെന്നുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്നൈ പോയി വിനീത് ശ്രീനിവാസൻ പാടുന്നത് കേട്ട് അവിടെ എന്ത് പ്രോസസ്സാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി. എനിക്കത് ഒരു ഭയങ്കര ലേണിംഗ് കർവ് ആയിരുന്നു. ഇങ്ങനെ പല വേർഷൻസ് നിങ്ങൾ പറയുന്നു, പിന്നെ ദുരിതേശത്തിലുള്ള വർക്ക് വിനീത് ശ്രീനിവാസൻ ഒന്ന് കാണിക്കുകയാണ്. സോങ് ആക്ച്വലി നമ്മൾ കാണിച്ചു, വിനീതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യങ്ങൾ. അപ്പം എന്തെങ്കിലും നവീനെ വട പറഞ്ഞ് അതൊക്കെ വിളിക്കുന്ന ഒരു ആഗ്രഹം അത്രേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ റഫ് സൂര്യനെ കൊണ്ട് പാടിപ്പിച്ചത് കേട്ടിട്ട് പിന്നെ വിനീത് ശ്രീനിവാസൻ പാടിയപ്പോൾ ആ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ഫ്ലോയിൽ തന്നെ ഭയങ്കര വ്യത്യാസം, ആ ഇമോഷൻസ് പലയിടത്ത് ഡിഫറൻസ് ഉണ്ടായിരുന്നു. സെയിം സാധനം ഇപ്പൊ മാർക്കോല് പാടിയിട്ട് പുള്ളി പാടിയപ്പോൾ എന്തുമാത്രം ഡിഫറൻസ്. അപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി ഒരു വോയിസ് ചേഞ്ച് വരുമ്പോൾ മ്യൂസിക്കിൽ എന്തുമാത്രം ചേഞ്ച് ഉണ്ടാകുന്നത്. ആ കംപ്ലീറ്റ് നമ്മൾ ആ റഫ് വെച്ച് നമ്മൾ എഡിറ്റ് ചെയ്തായിരുന്നു ആദ്യം ഗ്രേഡ് ചെയ്ത് നമ്മൾ തീർത്തത്. അത് കഴിഞ്ഞ് വിനീതേട്ടൻ്റെ ആ പോർഷൻ വന്നപ്പോഴത്തേക്ക് അത് പിന്നെ നമുക്ക് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ പിള്ളേരുന്ന് സ്റ്റുഡിയോയിൽ കേട്ടോണ്ടിരിക്കുന്ന ആ പാട്ടാണ്. അപ്പോൾ അത്രയും നമ്മളെ കൺവിൻസിങ് ആക്കി ആ ശ്രീനിവാസ്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു റെഫറൻസിലോ പോകുന്നല്ല, ഒരു വർക്ക് പ്രൊഫഷണൽ രീതിയിൽ ചെയ്യുന്ന അത്രേ ഉള്ളൂ. അപ്പം എനിക്കൊന്ന് ചില പോർഷനൊക്കെ റെക്കോർഡിങ് കഴിഞ്ഞു വന്നിട്ട് വീണ്ടും കേൾക്കുമ്പം നവീൻ ഞാൻ ഇങ്ങനെയും കൂടി ഇടട്ടെ, ചേട്ടാ സന്തോഷം ഇടാണ്ടൊക്കെ ഇട്ടോ സന്തോഷം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അത്രയും എഫേർട്ട് ഇട്ടാണ് ഞാൻ അവരും ഇതൊരു ഷോർട്ട് ഫിലിമാണ്, ഇതിപ്പം പുള്ളിക്ക് വലിയ ഗുണമൊന്നും ഇല്ല എന്നുള്ളൊരു ഫാക്ടറൊക്കെ മാറ്റി വെച്ചിട്ട് ഐ എം വർക്കിംഗ് ഫോർ ഹിം എന്നുള്ള ഫാക്ടർ നോക്കുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പി വർക്ക് ഫ്ലോയിലായിരുന്നു, സ്മൂത്ത് ആയിട്ട് പോയതല്ല. എനിക്കും തോന്നി ഇപ്പൊ പുള്ളി നമ്മൾ പറഞ്ഞ സാധനം ചെയ്ത് തീർക്കേണ്ട കാര്യം, പക്ഷെ നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഈ ഒരു ഹമ്മിങ് ഇട്ടാൽ ചിലപ്പോൾ കൊള്ളായിരിക്കും, ഈ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ കൊള്ളായിരിക്കും. പുള്ളിയുടെ ഇൻപുട്ട് നല്ലതായിട്ട് നമുക്ക് ഓവറോൾ തോന്നി. ബംബ്ലിംഗ് പ്രൊജക്ടിന് തന്നെ എനിക്ക് ഓവറോൾ തോന്നിയത്, ഞാനിപ്പോൾ പറഞ്ഞ എനിക്കൊന്ന് ഒരു 2018 നോക്കുവാണെങ്കിൽ ഒരു 6 years ആയി ഇൻഡസ്ട്രിയിൽ ചെറുതും വലുതും വർക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടം അത്രയും ഞാൻ സ്നേഹിച്ചവരൊക്കെ തിരിച്ച് സ്നേഹം തന്ന ഒരു വർക്കാണ് ബംബ്ലിംഗ്. അപ്പം അത്രയും ക്ലോസ് ടു ആയിട്ടാണ് എനിക്ക്. ഇപ്പം കുറേ സാഹചര്യം ഞാനിപ്പോൾ അന്ന് അവർക്ക് ഇത് ചെയ്തുകൊണ്ട് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. ഇപ്പം ചെറിയ ചെറിയ എക്സാമ്പിൾസ് ആണെങ്കിൽ പോലും ഇപ്പം അഞ്ജു ചേച്ചിയുടെ ഒപ്പം കുറച്ച് വർക്കുകൾ ചെയ്തു. അപ്പോൾ ഇതിനെ ചേച്ചി ഒരു ചെറിയ ക്യാരക്ടർ റോളുണ്ട്, ഭയങ്കര വലിയ റോളൊന്നും അല്ല എന്നാലും, പക്ഷേ ചേച്ചി ചെയ്തത് ക്യൂട്ടായിട്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഥ പറഞ്ഞു. ചേച്ചി പറഞ്ഞു അജോ നിനക്കിത് എന്നെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമെന്ന് ഉറപ്പാണോ, എന്നാൽ ചെയ്യിച്ചോ. അങ്ങനെ നേരെ ഷൂട്ടിന് വേണ്ടി വരുമായിരുന്നു. ഫസ്റ്റ് ഡേ വന്നു ചെയ്തു, ആ ഒരു 5-6 മണിക്കൂറിൽ ചേച്ചിയുടെ പോർഷൻ തീർത്ത് പോയി എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇപ്പം ആ ഫ്ലാറ്റ് ആണെങ്കിൽ പോലും കൊച്ചിയിൽ ഏറ്റവും പാടുള്ള പരിപാടി ഒരു ഫ്ലാറ്റ് നേരത്തെ പറഞ്ഞല്ലോ ഷൂട്ടിന് കിട്ടുക എന്നുള്ളത്. കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അസോസിയേഷൻ അറിഞ്ഞ പണിയാണ് അങ്ങനത്തെ. അപ്പം ഞാൻ പറഞ്ഞു കോവിഡ് സമയത്ത് ചെറിയ ഓൺലൈൻ വീഡിയോസ് എഡിറ്റ് ചെയ്യുമായിരുന്നു, ട്യൂട്ടോറിയൽ പരിപാടികളൊക്കെ പറഞ്ഞു. അപ്പം സൂര്യ ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി പുള്ളിക്കാരത്തിയുടെ കുറേ വീഡിയോസ്, സൂര്യ ചേച്ചി എന്ന് പറയും, അപ്പോൾ ആ ചേച്ചിയുടെ കുറേ വീഡിയോസ് ഇതുപോലെ ട്യൂട്ടോറിയൽസും കഥ പറ അങ്ങനത്തെ ഒക്കെ എഡിറ്റ്. അപ്പം അവരുടെ ഫ്ലാറ്റിൽ പോയി ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അന്ന് ചോദിച്ചു, ഫ്ലാറ്റ് നല്ല രസമുണ്ടല്ലോ. അപ്പോൾ അന്ന് ആ ഫേവേഴ്സിനൊക്കെ എനിക്ക് റിട്ടേൺ ആയിട്ട് ഇന്ന് ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഷൂട്ടിന് വരും, എന്താ പിന്നെ എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഫുൾ ഡേ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ശീതളുടെ ഭാഗ്യയുടെ പോർഷൻസ് ഫുള്ള് ഫ്ലാറ്റിൽ തീർത്തത്. അതെ കളർ പാലറ്റ് കിട്ടി. അപ്പം അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഈ വർക്കിൽ ഭയങ്കരമായിട്ട് റൗണ്ട് ചെയ്ത് വന്നു എന്നുള്ളൊരു
വിശ്വാസം. കണക്ടിങ് ദി ഡോട്ട്സ്. എക്സാക്ട്ലി, അതെ 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 അതെ, എപ്പോഴും ദ ഡോട്ട്സ് ആർ ഓൾവേസ് കണക്റ്റഡ്. അപ്പോൾ നമ്മുടെ ബംബ്ലിങ്ങിനെ പറ്റി നമ്മൾ ജസ്റ്റ് പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. കുറേ അധികം കാര്യങ്ങൾ ബംബ്ലിങ്ങിനെ പറ്റി മനസ്സിലാക്കാനുണ്ട്. അതിൽ ഷൂട്ട്, അതിൻ്റെ ടെക്നീക്സ്, അതിൽ നടന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ നജോസ് ബ്രോ, താങ്ക്സ് ഫോർ ജോയിനിങ് വിത്ത് അസ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പോൾ സൈനിങ് ഓഫ്.